ഷണ്ണന് വേണ്ടി, അത് ആണും പെണ്ണും അല്ലാത്ത ഒരാൾ, നമ്മളൊക്കെ അവരെ കാണുമ്പോൾ 10 മൈൽ ദൂരം നടക്കുക, ആ ഒരാൾക്ക് വേണ്ടി ഒരു ഫുൾ ടൈം ഈവാഞ്ചലിസ്റ്റിനെ മരുഭൂമിയിൽ വിട്ട് അവനെ പറത്തിക്കൊണ്ട് പോയ ദൈവത്തിൻ്റെ കരുതൽ, ആ ഒരു ആത്മാവ് എനിക്ക് നഷ്ടപ്പെടും. കാരണം താഴേക്ക് നോക്കുമ്പം നമ്മൾ മനുഷ്യരെ നോക്കുന്നു, മുകളിലോട്ട് നോക്കുമ്പോഴാണ് ഈ വേലയ്ക്ക് വിളിച്ച കർത്താവിനെ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ന് ഇത്രയും ഇത് മലിനമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ഏദൻ തോട്ടത്തിൽ കിടന്ന സർപ്പം നമ്മുടെ ഇടയിലും ചുറ്റി തിരിയുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ കാരണം. നമ്മൾ വിചാരിച്ചിരിക്കുന്ന സാത്താനാണ് നമ്മുടെ ഏറ്റവും വലിയ എതിരാളി. സാത്താനെ ബത്സിച്ച് കഴിഞ്ഞാൽ എല്ലാം ശരിയാവുന്ന. ഈ എത്ര നാളായിട്ട് നമ്മുടെ പാസ്റ്റർമാർ ഡൽഹിയിൽ തൊട്ട് ഇങ്ങ് വരെയുള്ള എല്ലാ അന്ധകാര ശക്തിയെയും ദേശാധിപ ശക്തിയെ ശാസിച്ചിട്ടും ഒരു പ്രയോജനവും ഇല്ല. ശരിക്കും പറഞ്ഞാൽ എവിടെയാണ് ഈ പോരാട്ടം നടക്കുന്നത്? അവർക്കൊരു കാലമുണ്ട്, ആ കാലഘട്ടം വരെ അവർ കളിച്ചുകൊണ്ടിരിക്കും, ഈ ദുരാത്മാക്കളും ഈ ലോകത്തിൻ്റെ അധിപതിയൊക്കെ. പക്ഷെ നമ്മുടെ യഥാർത്ഥ ശത്രു, ദൈവത്തിൻ്റെ യഥാർത്ഥ ശത്രു സാത്താനല്ല. ദൈവത്തിൻ്റെ യഥാർത്ഥ ശത്രു മനുഷ്യനാണ്. നിങ്ങൾ ചിലപ്പോൾ ഞാൻ പറയുന്നത് വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ ബൈബിളിൽ നിന്ന് തെളിയിച്ചു തരാം. സാത്താൻ ഒരു സ്പിരിച്വൽ ബീയിങ് ആണ്. സാത്താനോട് ദൈവം പറയാണ് പോടാ എന്ന് പറഞ്ഞവന് പോയേ പറ്റൂ. ഇവിടെ വന്ന് 10 മിനിറ്റ് തലയും കുത്തി നിൽക്കടാന്ന് പറഞ്ഞാൽ അവൻ നിന്നേ പറ്റൂ. കാരണം അവൻ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. എവറി സ്പിരിച്വൽ ബീയിങ് വിൽ ഒബേ ദ ലോർഡ്. ഇയ്യോബിൻ്റെ അടുത്ത് പോയി പരിശോധിക്കട്ടെ, പെർമിഷൻ വേണം. പത്രോസിനെ ഞാനൊന്ന് പാറ്റട്ടെ, പെർമിഷൻ വേണം. പെർമിഷൻ ഇല്ലാതെ അവനൊന്നും ചെയ്യാൻ പറ്റില്ല. തലമുടി നാര് താഴെ വീഴിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പെർമിഷൻ വേണം. അത്രേ സാത്താൻ ശക്തിയുള്ളൂ. നമ്മൾ ഈ പെന്തക്കോസ്തുകാർ കൊടുക്കുന്ന ശക്തിയെ സാത്താനുള്ളൂ, അല്ലാതെ അതിന് സ്വന്തമായിട്ടൊന്നും ഇല്ല. നമ്മളിവിടെ നിന്ന് പ്രവാചകന്മാരിടയ്ക്ക് നിന്ന് ഭയങ്കര ശക്തിയാണ്, അവിടുത്തെ പോരാട്ടം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിയുമ്പം ഇവൻ അപ്പുറത്തിരുന്നേക്ക് ഉണ്ട് കുറച്ച്. കാരണം ഈ ബലവും ബഹുമാനവും ശക്തിയും സ്വീകരിപ്പാൻ കുഞ്ഞാട് അയോഗ്യൻ, അല്ലാതെ ഇതൊന്നും അല്ല. നമ്മൾ ഈ കുഞ്ഞാടിന് കൊടുക്കേണ്ട ബലവും ബഹുമാനവും ശക്തിയും എല്ലാം ഇടയ്ക്കിരിക്കുന്ന കുട്ടിച്ചാത്തന്മാർക്ക് കൊടുത്തിട്ട് അവർ പറയും പിന്നെ അത് നിങ്ങളെ വിടുവോ? അത് കേൾക്കാൻ അതിന് ഭയങ്കര ഇഷ്ടം. വളരെ പ്രകടമായി നമ്മുടെ സഭകളിൽ നിത്യതയെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് അപ്രത്യക്ഷമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കർത്താവ് വരും എന്ന് ടെക്നിക്കലി പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ടെങ്കിലും ആ വരവൊരു റിയൽ പ്രതീക്ഷയായിട്ടുള്ളിലുള്ള വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. വരും വന്നാൽ കാണാം എന്ന രീതിയിൽ ഇരിക്കുന്നവരാണ് കൂടുതലും. എന്നാൽ ഞരക്കത്തോടു കൂടിയൊരു കാത്തിരിപ്പാണ് ഒരു കാലത്ത് കർത്താവിന് വേണ്ടി ഉണ്ടായിരുന്നത്. എപ്പോൾ വരുമെന്ന ആങ്സൈറ്റിയോട് കൂടിയുള്ളൊരു കാത്തിരിപ്പ്. ഏത് സമയത്തും കർത്താവിനെ വരവിന് വേണ്ടി നോക്കിയിരിക്കുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. ആ സമൂഹം ഒത്തിരി പഴയ കാലത്തൊന്നും അല്ല ജീവിച്ചിരുന്നത്. ഒരു 30 വർഷം മുമ്പ്, അല്ലെങ്കിൽ 28 വർഷം 25 വർഷം മുമ്പ് നമ്മുടെ തെരുവുകളിലെല്ലാം സുവിശേഷ പ്രസംഗം നിത്യതയെക്കുറിച്ചുള്ളതായിരുന്നു. അന്ന് എല്ലാ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, നീ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെ? ആ ചോദ്യം അന്തരീക്ഷത്തിൽ നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ രക്ഷയുടെ അനുഭവത്തിൽ വരുന്നത്. ഇന്ന് ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന വാഗ്ദത്വം, അടുത്ത വർഷം നടക്കാൻ പോകുന്ന വാഗ്ദത്വം പറയുമ്പം പുറകിൽ കൂടെ ചെന്ന ഒരാളൊരു ചോദ്യം ചോദിക്കണം, ഇന്ന് രാത്രി നിൻ്റെ ആത്മാവ് നിൻ്റെ പ്രാണനെ ഞാൻ ചോദിച്ചാൽ ഇതൊക്കെ എന്താകും എന്ന് ചോദിക്കാൻ ആരുമില്ല. അതുകൊണ്ട് നമ്മൾ ഏത് സമയത്തും കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ പോകാൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടമായിരിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ വിക്ടറിക്ക് വേണ്ടി. പിന്നെ ഇന്നത്തെ ഈ തീമെന്ന് പറയുന്നത് നിത്യത ഉയരത്തിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ നോക്കുകയല്ല, അങ്ങനെ നോക്കി ജീവിക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മുടെ തീമായിട്ടുള്ളത്. അതിനകത്ത് വലിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ എന്തിനാണ് ഉയരത്തിലേക്ക് നോക്കി ജീവിക്കുന്നതെന്ന് കൊളോസി ലേഖനം 2:20 മുതൽ 3:3 വരെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. രാവിലെ ഞാൻ പിള്ളേരോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അതാണ് പറഞ്ഞത്, എങ്ങനെയാണ് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നത്? അത് ഉയരത്തിലോട്ട് നോക്കിയാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ജഡമോഹങ്ങൾ എങ്ങനെയാണ് ഒതുക്കാൻ പറ്റുന്നത്? അത് ഉയരത്തിലേക്ക് നോക്കിയാൽ മാത്രമേ സാധിക്കുള്ളൂ. ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പാണ്. നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പ് പോയാൽ ക്രിസ്ത്യാനിറ്റി ഒരു പവറില്ലാത്തൊരു കാര്യമാണ്. ഞാനിത് പറയാൻ കാരണം ഒത്തിരി വേദനയോടെയാണ് പലപ്പോഴും പല സ്റ്റേജുകളിലും പോകുന്നതും സഭകളിൽ കൂടുന്നതും. കാരണം നിത്യത പോയിട്ട് ക്രിസ്തുവിനെ പോലും പരാമർശിക്കാത്ത സഭകൾ ഇഷ്ടം പോലെ നമ്മുടെ ഇടയിലുണ്ട്. അവരറിയുന്നില്ല ഞങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല എന്ന്. ഞായറാഴ്ചകളിൽ വന്നാൽ 2 പാട്ട് പാടി സങ്കീർത്തനം വായിച്ച് സാക്ഷ്യം പറഞ്ഞു. നമ്മുടെ സാക്ഷ്യം അറിയാമല്ലോ എങ്ങനെയാണ്. കഴിഞ്ഞ ആഴ്ച കർത്താവ് നടത്തി, അടുത്ത ആഴ്ച അത് ഭയങ്കര സ്പീഡിലാണ് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച കർത്താവ് വിശ്വസ്തനായിരുന്നു, അടുത്ത ആഴ്ച കർത്താവ് വിശ്വസ്തനായിരിക്കുന്നത് 1 സെക്കൻഡ് കൊണ്ട് തീരും. പിന്നെ ഏതെങ്കിലും ഒരു ഗസ്റ്റ് പാസ്റ്ററെ വിളിച്ചിട്ടുണ്ടാവും. അവർക്ക് ഏറ്റവും നല്ല പ്രസംഗം അവരുണ്ടാക്കി വെച്ചത് വളരെ കഷ്ടപ്പെട്ട് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നോ അല്ലെങ്കിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രസംഗം പ്രസംഗിച്ച് കഴിയുമ്പം നമുക്ക് സമാധാനമായി, നല്ല ആരാധന, നല്ല വചനം. പക്ഷേ യേശുക്രിസ്തു എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. അത് ആരും ശ്രദ്ധിക്കുന്നില്ല. യേശുക്രിസ്തു എന്ന വാക്ക് ഉച്ചരിക്കാത്ത എത്രയോ ഞായറാഴ്ചകൾ.
അതിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മെസ്സേജുകളിലൊന്നും ക്രിസ്തു വരാത്ത. ഇനി ആരാധനയ്ക്ക് എഴുന്നേൽക്കുമ്പോഴും പറയുന്നത് എന്താ? കഴിഞ്ഞ ആഴ്ച വട്ടക്കാലം അത്ഭുതകരമായി നടത്തിയ ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഈ ഒരു വർഷക്കാലം മുഴുവൻ നമ്മളെ നടത്തി നടുവൊടിഞ്ഞു. പക്ഷെ ശരിക്കും 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച കാര്യം ആരും ആരാധനയുടെ പറയാറില്ല. ഞാൻ ഒത്തിരി നാളായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പകരം നീ കാൽവരി ക്രൂശിൽ ഞങ്ങളുടെ ശാപമരണമേറ്റ് മരിച്ച് ഞങ്ങൾ വീണ്ടെടുപ്പ് തന്നതിനായിട്ട് സ്തോത്രമെന്ന് ഒരു ആരാധന യോഗത്തിൽ കേട്ടിട്ട് ഒത്തിരി നാളായി. അവിടെ കേൾക്കുന്നില്ല നമുക്കിതെല്ലാം തന്നത് ദൈവമല്ലേ. എന്തോ ഈ നശിച്ചു പോകുന്ന ലോകത്തെ ചെറിയ ചെറിയ ഡിപ്പോസിറ്റുകളുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങളൊന്നും ഇല്ലാത്തവരായിരുന്നു, ദൈവം നമ്മളെ ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ചു. ഇതൊക്കെ സക്സസ്ഫുൾ ആൾക്കാരുടെ തിയോളജിയാണ്. പാവപ്പെട്ടവനെന്ന് പറയാൻ പറ്റില്ല. എങ്ങനെയോ രക്ഷപ്പെട്ടു പോകുന്ന ആൾക്കാർ പറയുന്നതാണ് ദൈവം നടത്തിയതാണ്. അപ്പോൾ ഈ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാർ അപ്പോഴും ആകാശത്തേക്ക് നോക്കിയിരിക്കുമോ, ഞങ്ങൾ എന്താ നടത്താത്തത്, ഞങ്ങൾക്ക് കർത്താവില്ല. അപ്പോൾ പറയും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുഴപ്പമാണ്. ഒന്നാമത് ദാരിദ്ര്യം, അതിൻ്റെ കൂടെ അവിശ്വാസം എന്നുള്ള ബ്രാൻഡും ഇതും കൂടെ ആയി കഴിയുമ്പോഴേക്കും വിശ്വാസിയുടെ നടു ഒടിയുന്ന അവസ്ഥയിലാണ് ഇന്നത്തെ സ്ഥിതി. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്ക്. ഓരോ ചർച്ചകളിൽ ചെല്ലുമ്പം യേശു ക്രിസ്തു, കഴിഞ്ഞ ദിവസം ഒരു മോൾ എന്നോട് പറഞ്ഞാണ്, എങ്കിൽ ഞങ്ങളുടെ ചർച്ചിൽ യേശു ക്രിസ്തു എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. സത്യം പറയാതെ കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലൊരു തേങ്ങലുണ്ടായത്. വേർ ഈസ് ക്രൈസ്റ്റ് ബ്രൈഡ്? കർത്താവിൻ്റെ മണവാട്ടി എവിടെയാണ്? മണവാളിന് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടി എവിടെയാണ്? 30 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഞാൻ പണ്ട് ഇവിടെ വന്നപ്പോൾ പറഞ്ഞാണ് ഈ കാര്യം. നിങ്ങൾ മറന്നുപോയി, ഞാൻ മറന്നിട്ടില്ലേ. 30 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഇറങ്ങുന്ന എല്ലാ പാട്ടുകളും പ്രത്യാശ ഗാനങ്ങളായിരുന്നു. രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി, സ്വർഗ്ഗനാട്ടിലൻ പ്രിയം തീർത്തിടും, സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ, അക്കരയ്ക്ക് യാത്ര ചെയ്യുന്ന പിള്ളേർ ഇങ്ങനെ റോഡിൽ കൂടെ പാടിക്കൊണ്ട് നടന്നത്. ചുമ്മാ 8 പൊട്ടും തിരിയാത്ത 2-3 വയസ്സുള്ള പിള്ളേർ അക്കരയ്ക്ക് യാത്ര ചെയ്യാൻ സിയോൻ സഞ്ചാരി എന്ന് പറഞ്ഞ് നടക്കുന്ന ഓർമ്മയുണ്ടോ കാലം? എല്ലാവരുടെയും വായിൽ പ്രത്യാശ ഗാനം. മൽപ്രിയനെ അന്വേഷണ നായകനെ എപ്പോൾ വരും, സിയോൻ യാത്രയിൽ മനമേ ഭയമൊന്നും വേണ്ട, എല്ലാം പോപ്പുലർ പാട്ടുകൾ. ഞാൻ ചർച്ചിൽ വർഷിപ്പിന് പാടുന്ന പാട്ടോ പഴയകാലത്തെ ക്ലാസിക്കൽ പാട്ടുകളെ കുറിച്ചല്ല പറയുന്നത്. പോപ്പുലർ പാട്ടുകളെല്ലാം പ്രത്യാശയായിരുന്നു, ഉയരത്തിലേക്ക് നോക്കിയുള്ള കാത്തിരിപ്പായിരുന്നു. ഇന്ന് ഒരാളോട് ചോദിക്കുന്നത് നിങ്ങൾ എന്താ ട്രാക്റ്റിൻ്റെ ടൈറ്റിൽ ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെ? ഭയങ്കര പവർഫുൾ ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിന് മുമ്പിലാണ് ഞാനെല്ലാം കർത്താവേ എന്ന് നിലവിളിച്ചത്. ഇന്ന് ആ ചോദ്യമില്ല. ഇന്ന് ചോദിക്കും നിങ്ങൾക്ക് കടഭാരങ്ങളുണ്ടോ, നിങ്ങൾക്ക് രോഗങ്ങളുണ്ടോ. നേരത്തെ അത് ചോദിച്ചുകൊണ്ടിരുന്നത് ഈ ശാസന സേവ മടക്കാരാണ്. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണോ, നിങ്ങൾക്ക് ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടോ, നിങ്ങൾക്ക് എന്താ സാമ്പത്തിക ബാധ്യതകളുണ്ടോ, ഞങ്ങളെ സമീപിക്കുക. കാനാരി ചാത്തൻ സേവാ മഠം ഓർമ്മയുണ്ടോ പഴയ അവരുടെ പരസ്യം? അന്ന് സുവിശേഷകർ തെരുവുകളിൽ നേരെ കർത്താവ് ഇപ്പോൾ വരും എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഇവരിതാ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഒത്തിരി ആൾക്കാർ അവിടെ കൂടുമായിരുന്നു. പക്ഷേ നമ്മളിന്ന് ആഘോഷമായിട്ട് അവരെയൊക്കെ കടത്തി വിട്ടുന്ന രീതിയിൽ പോസ്റ്ററും ബാനറും നല്ല കോട്ടും സീറ്റും ഇട്ട പ്രചാരകരെല്ലാം കൂടെ ആയിട്ട് അവരുടെ മിനിസ്റ്ററി മുഴുവൻ നമ്മൾ തട്ടിയെടുത്തു. ഇപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് നിങ്ങൾക്ക് കടഭാരമുണ്ടോ, നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടോ, ഇത് മാറ്റിത്തരുന്ന പ്രാർത്ഥന അത്ഭുത മനുഷ്യൻ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് അത്ഭുത മനുഷ്യൻ്റെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യങ്ങൾ അയാൾ പ്രാർത്ഥിച്ചാൽ നടക്കും. ഈ ന്യൂ ജനറേഷൻ എങ്ങനെ ഉണ്ടാകും നിങ്ങൾ വിചാരിച്ചു? ഈ ന്യൂ ജനറേഷൻ ചർച്ചകൾ എങ്ങനെ ഉണ്ടാകുന്നത്? യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കൊന്നുമില്ല. അതേ സമയത്ത് ആ ന്യൂ ജനറേഷൻ പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ പിതാവിനെ കേൾക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം ശരിക്കുള്ള മധ്യസ്ഥൻ ആരാ? നിങ്ങൾ പോയി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തരണേ എന്ന് പറഞ്ഞിട്ടൊന്നും പിതാവ് മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ആ മനുഷ്യനടുത്ത് പോയി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് പുള്ളി ഒന്ന് കൈവീശുമ്പോഴേക്കും പിതാവ് കേൾക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ശരിക്കും വർക്ക് ചെയ്യുന്ന മധ്യസ്ഥൻ ആരാ? സ്വസ്ഥമായിട്ടൊന്ന് ആലോചിച്ചാൽ മതി. കാത്തലിക് ചർച്ച് പോലെ ആയിക്കൊണ്ടിരിക്കുക നമ്മൾ. അവിടെ മരിച്ചുപോയ വിശുദ്ധന്മാരുടെ മധ്യസ്ഥ. കാരണം കർത്താവിൻ്റെ അടുത്ത് ഡയറക്റ്റ് ചെയ്യാൻ പേടിയാണ്. അതുകൊണ്ട് മധ്യസ്ഥന്മാരുടെ അടുത്ത് നിന്നിട്ട് പറയും, അന്തോണിസ് പുണ്യാള എൻ്റെ പേന കാണാതെ പോയി, എൻ്റെ വാച്ച് കാണാതെ പോയി, എടുത്തു തരണേ. അന്തോണിസ് പുണ്യാളൻ കാണാതെ പോകുന്ന സാധനങ്ങൾ എടുത്തു തരുന്ന പുണ്യാളനെ. അത് നിങ്ങൾക്കറിയാം. അത് അങ്ങനെ ഓരോ പുണ്യാളന്മാർക്ക് ഓരോ ടാർഗറ്റ് ഉണ്ട്. അതായത് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ, അല്ലെങ്കിൽ എന്താ സാമ്പത്തിക കാര്യങ്ങളെ സഹായിക്കുന്ന പുണ്യാളൻ, പിന്നെ പാമ്പ് കടിയിൽ നിന്ന് രക്ഷിക്കുന്ന പുണ്യം. ഇങ്ങനെ പലതരം പുണ്യാളന്മാരുണ്ട്. അന്നത്തെ പ്രശ്നങ്ങൾ അതൊക്കെയായിരുന്നു. ഇന്നും പാസ്റ്റർമാരെങ്ങനെ കാല് നീട്ടുന്ന പാസ്റ്റർ, ശാപം മുറിക്കുന്ന പാസ്റ്റർ, ഇങ്ങനെ ഓരോന്നിനും സ്പെഷ്യലിസ്റ്റുകൾ. ഇവർ ദൈവത്തിനും മനുഷ്യരുടെയും ഇടയിൽ മധ്യസ്ഥത പോലെ ശുശ്രൂഷിക്കുന്നത്. നമുക്ക് അവരില്ലെങ്കിൽ ഒരു ആശ്വാസമില്ല. അവർ പ്രാർത്ഥിക്കുമ്പോൾ ഇത് നടന്നു എന്നൊരു വിശ്വാസം നമുക്ക്. അവരുടെ പ്രാർത്ഥനയിലും മധ്യസ്ഥതയിലാണ് നമ്മുടെ വിശ്വാസം. വാട്ട് ഈസ് ദ ഡിഫറൻസ്? എന്താണ് കാത്തലിക്സ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം? അവിടെ മരിച്ചുപോയ മധ്യസ്ഥന്മാരായതുകൊണ്ട് കാര്യമായ കാശ് കൊടുത്തില്ലെങ്കിലും ആ മുമ്പ് ഇരിക്കുന്ന സ്വോത്രകാഴ്ചപ്പെട്ടിൽ 5 ഇട്ടാൽ അവർ എണ്ണി നോക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ മധ്യസ്ഥന്മാർ അങ്ങനെയല്ല. അവർ എത്രയും എണ്ണി നോക്കും കൃത്യമായിട്ട്. അവർ ജീവിച്ചിരിക്കുന്നവരും തുടർച്ചയായിട്ട് നമ്മുടെ മധ്യത്തിൽ വന്ന് നിൽക്കുന്നവരാണ്.
അപ്പം കർത്താവ് എന്ന ജീവന്റെ നദിയെ വിട്ടിട്ട് ഈ പൊട്ടക്കിണറുകളുടെ പുറകെ പോയി എത്ര പേരാണ് മർത്തോമായെന്നും CSI എന്നും ഈവൻ ട്രഡീഷണൽ ചർച്ചുകളിൽ നിന്നും ഈ ന്യൂ ജനറേഷൻ കൾട്ട് നേതാക്കന്മാരുടെ പിന്നാലെ പോകുന്നത്? സോ മെനി. കാരണം ഉപദേശം അറിയില്ലാത്തത് കൊണ്ട് വലിയൊരു കൂട്ടം ജനം ക്രിസ്തു അല്ലാത്ത മധ്യസ്ഥന്മാരെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മായയിൽ വീണുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? എവ്രിതിങ് ഈസ് അബൌട്ട് വിഷയങ്ങൾ. എൻ്റെ ദൈവമേ, വിഷയങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിഷയങ്ങളാണ്. വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങി വരുന്നത് ഇവരൊറ്റ പ്രസംഗമുള്ളൂ. അതും ആദമിൻ്റെ കഥ വായിച്ചാലും എബ്രഹാമിൻ്റെ കഥ വായിച്ചാലും യാക്കോബിൻ്റെ കഥ വായിച്ചാലും ആൾക്കാർ അവസാനം ഒന്ന് എക്സൈറ്റഡ് ആണെങ്കിൽ വിഷയങ്ങളുടെ നടുവിലേക്ക് കർത്താവിനെ ഇറക്കിക്കൊണ്ടുവരണം. ഞാൻ നമ്മുടെ പഴയ ഒരു പാസ്റ്റർ, മരിച്ചുപോയൊരു പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ് അദ്ദേഹം പ്രസംഗിക്കുന്ന ശൈലിയൊക്കെ. മരിച്ചുപോയ ആളായാലും പേര് പറയുന്നില്ല. അദ്ദേഹം ഒരിക്കലൊരു പൊതുയോഗത്തിൽ നമ്മുടെ റോഡിൻ്റെ സൈഡിൽ നടക്കുന്ന പരസ്യയോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. പറയുന്ന പഴയ ആൾക്കാരല്ലേ, അവർ പറയുന്നത് മുഴുവൻ കർത്താവ് വരാറായി, കർത്താവ് വരാം, ഇത് മാത്രം. ഇന്ന് രാത്രി കർത്താവ് വന്നാൽ നിൻ്റെ ആത്മാവ് എവിടെയെന്നൊക്കെ ചോദിച്ചു ഭയങ്കര പ്രസംഗം. അവിടെ കുറേ വിശ്വാസികൾ ഇരിപ്പുണ്ട്. ഒറ്റ ഒരാൾ അനങ്ങുന്നില്ല. സ്തോത്രവുമില്ല, സൂത്രവുമില്ല, ഒന്നുമില്ല. മയിൽക്കുറ്റി പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരനക്കമില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഈ പാസ്റ്ററിന് മനസ്സിലായി ഇങ്ങനെ പോയാൽ ഈ പ്രസംഗം തോറ്റു. കാരണം ഒരു പ്രസംഗത്തിൻ്റെ സക്സസ് എന്ന് പറയുന്നത് എത്ര പേര് അവസാനം ബഹളം വയ്ക്കുമല്ലോ, എത്ര പേര് അവസാനം എക്സൈറ്റഡ് ആവും, സ്പ്രിങ്ങിൽ കയറും എന്നുള്ളതാണ്. ആരും എങ്ങും കയറുന്നില്ല. അവസാനം പുള്ളി പറഞ്ഞു, ഈ വർഷം തീരുന്നതിന് മുമ്പ്, അതൊരു നവംബർ മാസത്തിലായിരുന്നു കേട്ടോ പ്രസംഗം, ഈ വർഷം തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ വിഷയങ്ങൾ എന്തായാലും, എൻ്റെ ദൈവമേ വിഷയങ്ങളെന്ന് കേട്ടതോടെ ഈ എല്ല് കിട്ടുന്ന പട്ടി പോലെ എല്ലാം കൂടെ കുറയ്ക്കാൻ തുടങ്ങി. എന്തോ ഒരു ബഹളം. ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ മനുഷ്യർ അപ്പം തിന്നാൻ വേണ്ടി മാത്രം കൂടുന്ന വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന ഒരൊറ്റ മെസ്സേജുമായിട്ട്. ഞാനൊരു ചർച്ച ചെന്നപ്പോൾ ഒരു പാസ്റ്ററിനോട് പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിൽ ആകെ ഒരു പ്രസംഗമുള്ളൂ. ഞാൻ എന്താണ്? വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവം. അത് കായിൻ്റെ വിഷയമായാലും ഹാബേലിൻ്റെ വിഷയമായാലും പത്മോസ് കിടക്കുന്ന യോഹന്നാൻ്റെ വിഷയമായാലും ഞങ്ങളുടെ ചർച്ചയിൽ ഒരു വിഷയമുള്ളൂ. പാസ്റ്റർ വന്നുകൊണ്ടാണ് ആദ്യമായിട്ട് വേറൊരു പ്രസംഗം കേട്ടത്. എന്ത്? അപ്പോൾ ഇതിനിടയിൽ നമ്മൾ മുകളിലോട്ട് നോക്കി എത്ര നേരം നോക്കിക്കൊണ്ടിരിക്കും? പിന്നെയും ഇവർ പറയും ഭൂമിയിലേക്ക് നോക്കുക എന്ന് ഇവർ തന്നെ പറയും. എന്നോടൊരു പ്രവാചകൻ പറഞ്ഞു, ഇത് ആകാശത്തേക്കാണോ ഭൂമിയിലേക്കാണോ എന്ന് നോക്കണേ. എന്നോടൊരു പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, നിങ്ങളുടെ ശുശ്രൂഷയുടെ തലം മാറാൻ പോവാം. ഞാൻ ചോദിച്ചാൽ എങ്ങനെ? ഇപ്പോൾ 200 പേരോട് സംസാരിക്കുന്ന നിങ്ങൾ, ഇപ്പോൾ ഇത് എത്രയാണെന്ന് എനിക്കറിയാൻ മേല. ഞാൻ ഒരു പ്രസംഗത്തിന് വിളിക്കുമ്പോൾ എത്ര പേരുണ്ടെന്നോ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും അന്വേഷിക്കാറില്ല. ഡേറ്റ് ഉണ്ടോ എന്ന് മാത്രം നോക്കാറുള്ളൂ. പിന്നെ എൻ്റെ മുമ്പിലും പിമ്പിലും പ്രസംഗിക്കുന്ന ആരാന്നും കൂടെ നോക്കും. ഇവരെല്ലാം കൂടെ ഫോട്ടോ അടിച്ച് വരുമ്പോഴേ പിന്നെ അതൊരു അസ്വസ്ഥത ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ട് ബാക്കി ഒരു കാര്യം അന്വേഷിക്കാറില്ല. ഇന്നൊരു പാസ്റ്റർ എന്നെ രാവിലെ കണ്ടു പറഞ്ഞു, ഓർമ്മയുണ്ടോ എന്നെ? ഞാൻ പറഞ്ഞില്ല. ഞങ്ങളുടെ മീറ്റിങ്ങിന് വിളിച്ചിട്ട് പാസ്റ്റർ ക്യാൻസൽ ചെയ്തത്. ഞാൻ എന്താ ക്യാൻസൽ ചെയ്യാൻ? എന്താ കാരണം? അതെ, വേറൊരാൾ തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരാളുണ്ടായിരുന്നു, പുള്ളി കൂടെ പ്രസംഗിക്കില്ല എന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ ശരിയായിരിക്കും, ഓർമ്മയില്ല. അതല്ലാതെ ഞാനൊന്നും അന്വേഷിക്കാറില്ല. കാരണം ഈ ഫോട്ടോ അടിച്ച് വരുമ്പോൾ ഇതെല്ലാം ഒരു കൂട്ടമാണെന്ന് വിചാരിക്കരുതെന്നുള്ള ഒരു വേർപാട് സൂക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാലഘട്ടം മുഴുവൻ ഇങ്ങനെയുള്ള പ്രസംഗകർ, അതുകൊണ്ട് പറഞ്ഞു 200 പേരോട് ഇപ്പോൾ സംസാരിക്കുന്ന നിങ്ങൾ 2000 പേരോട് സംസാരിക്കുന്ന തലത്തിലേക്ക് നിങ്ങളുടെ ശുശ്രൂഷ തലം, ഈ തലം എന്നൊരു വലിയ പ്രയോഗം, അത് മാറാൻ പോകണം. ഞാൻ പറഞ്ഞു അതിനകത്തൊരു വലിയ അപകടമുണ്ട്. അങ്ങനെ ഒരു തലത്തിലേക്ക് ഞാൻ മാറിയാൽ ഈ ഒരു ശമരിയാക്കാരി സ്ത്രീക്ക് വേണ്ടി വിശന്ന് ദാഹിച്ച് നടക്കുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് എനിക്ക് ഉണ്ടായിരിക്കില്ല. ഒരു ഷണ്ണന് വേണ്ടി, അത് ആണും പെണ്ണും അല്ലാത്ത ഒരാൾ, നമ്മളൊക്കെ അവരെ കാണുമ്പോഴേ 10 മൈൽ ദൂരം നടക്കുക, ആ ഒരാൾക്ക് വേണ്ടി ഒരു ഫുൾ ടൈം ഈവാഞ്ചലിസ്റ്റിനെ മരുഭൂമിയിൽ വിട്ട് അവനെ പറത്തിക്കൊണ്ട് പോയ ദൈവത്തിൻ്റെ കരുതൽ, ആ ഒരു ആത്മാവ് എനിക്ക് നഷ്ടപ്പെടും. കാരണം താഴേക്ക് നോക്കുമ്പം നമ്മൾ മനുഷ്യരെ നോക്കുന്നു, മുകളിലോട്ട് നോക്കുമ്പോഴാണ് ഈ വേലയ്ക്ക് വിളിച്ച കർത്താവിനെ നോക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ഇടയിൽ വളർന്നു വരുന്നൊരു കൾച്ചർ ഓഫ് സക്സസ്. മിനിസ്റ്ററി ആയാൽ 4 പേര് കേൾക്കണം, 10 പേര് അറിയണം. എന്താണ് നിർബന്ധം? നമ്മൾക്ക് കണക്ക് കൊടുക്കാൻ ഉയരത്തിലെ കർത്താവല്ലാതെ വേറെ ആരുമില്ല. അപ്പോൾ ഈ ഉയരത്തിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ഇന്നത് എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും നമ്മൾ ഉപജീവന ചിന്തകൾ കൊണ്ടാണ് ഈ പ്രത്യാശ നഷ്ടപ്പെടുന്നത്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, വലിയ വ്യഭിചാരം ചെയ്തും അതൊക്കെ ചെയ്യുന്നവരെ കാണുമായിരിക്കും. പക്ഷെ അതുകൊണ്ടൊന്നും അല്ല ഈ ഒരു സഭയുടെ വിശ്വാസം പോകുന്നത്. വിശ്വാസം പോകുന്നത് ഉപജീവന ചിന്തകൾ, അതിഭക്ഷണം, ഉപജീവന ചിന്തകൾ, കുഞ്ഞു കുഞ്ഞു കുറുക്കന്മാരാ. കാരണം കർത്താവ് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു, എന്ത് തിന്നും എന്ത് കൊടുക്കുമെന്ന് ആകുലപ്പെടരുത്. ആകുലപ്പെട്ടാൽ എന്ത് സംഭവിക്കുന്ന കർത്താവ് പറഞ്ഞത്? ആകുലപ്പെട്ടാൽ നിങ്ങൾ മാമോനെ സേവിക്കുന്ന പറഞ്ഞത്. അങ്ങനെ എഴുതിയിരിക്കുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. അങ്ങനെ തന്നെയാണെന്ന്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലെ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 24-ാം വാക്യം, 2 യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും,
അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഏതുകൊണ്ട്? ഈ രണ്ടുപേരെ ഒന്നിച്ച് സേവിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തു തിന്നുമെന്നും എന്തു കുടിക്കുമെന്നും നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. വിചാരപ്പെട്ടാൽ എന്ത് സംഭവിക്കും? മാമോനെ വിളിക്കും. മാമോനെ ദൈവത്തെ ഒരുപോലെ സേവിക്കാൻ സാധിക്കില്ല. അത് സാധിക്കില്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നറിയിപ്പ് പറയുകയാണ്. ഓരോരുത്തരും മാമോനെ വിളിക്കാൻ നിർബന്ധിക്കുന്നത് അവരവരുടെ ഉപജീവന ചിന്തകളാണ്. അപ്പോൾ ഉപജീവന ചിന്തകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ ജീവിക്കുക, എൻ്റെ പിള്ളേരുടെ ഗതി എന്താകും, അവർ നാളെ എങ്ങനെ സെറ്റിലാവും, ഞാൻ പെട്ടെന്ന് മരിച്ചു പോയാൽ എന്ത് സംഭവിക്കും. ഒരു ശുശ്രൂഷകൻ്റെ ആങ്സൈറ്റിയാണ്. ഒരു 40-45 വയസ്സാകുമ്പോൾ പിള്ളേരുടെ കല്യാണം നടന്നിട്ടില്ല, എഡ്യൂക്കേഷൻ എങ്ങോട്ട് പോകും, അവരെങ്ങനെ സെറ്റിലാവും, ഒന്നും സമ്പാദിച്ചിട്ടില്ല. അപ്പോൾ ആ ഉയരത്തിലേക്ക് കർത്താവിനെ നോക്കാനുള്ള വിഷൻ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് കാരമില്ലാതെ പോയതുപോലെയാണ്. പിന്നെ ആകെ പ്രസംഗം എന്തായിരിക്കും എന്നറിയോ? വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവം. പിന്നെ നമ്മളെല്ലാം അന്വേഷിക്കുന്ന ഒരു നല്ല സഭ കിട്ടുവാണെങ്കിൽ കുറച്ച് പൈസ ഉണ്ടാക്കി പിള്ളേരുടെ കാര്യം ഒന്ന് സെറ്റിൽ ചെയ്യിപ്പിക്കായിരുന്നു. വി ആർ ലുക്കിംഗ് ഡൗൺ സോ മെനി ടൈംസ്. ഇത് സ്ഥിരമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഉയരത്തിലേക്ക് നോക്കുക എന്ന് പറയുന്നത് നമുക്ക് വേറെ എങ്ങോട്ടും നോക്കാനില്ലാത്ത ഒരു സാഹചര്യത്തിൽ എളുപ്പമാണ്. പക്ഷെ നമുക്കിന്ന് നോക്കാൻ ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. നിങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന വിടുതലിൻ്റെ വിഷയങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയേ. അതിൻ്റെ അടിയിൽ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു, ഇന്ന് എൻ്റെ പ്രാണനെ കർത്താവ് ചോദിച്ചാൽ ഈ വാഗ്ദത്തങ്ങളുടെ ഗതിയല്ല എന്താവും? പേടിച്ചു അല്ലേ? ഞാനൊരു ചർച്ച ചെന്നപ്പം അവർ ബാൽക്കണി പണിയാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, അത്ര വലിയ ആൾക്കൂട്ടമൊന്നും ഇല്ല, കുറച്ച് ആൾക്കാരെ ഉള്ളല്ലോ എന്ന് പറഞ്ഞാൽ പറയാം വാഗ്ദത്തം ഉണ്ട്. ഞാൻ പറഞ്ഞു, ഏത് വാഗ്ദത്തം? കഴിഞ്ഞ ആഴ്ച പ്രവാചകൻ വന്ന് വാഗ്ദത്തം ചെയ്തു. പ്രവാചകൻ എന്താ കുഴപ്പം? പറഞ്ഞിട്ട് പോയി. ഇനി ഇവർ ഈ ബാൽക്കണി പണിയാൻ കാശ് എവിടെ നിന്ന് വരും? ഇനി അവർ ആ ചർച്ചോടെ കടക്കാരാകും പോവാം. അപ്പോൾ ദൈവം പള്ളി പണിയാൻ പറഞ്ഞു, പക്ഷെ കാശ് കൊടുക്കില്ല അത്ര, അത് നമ്മൾ തെണ്ടി മേടിച്ചോണം. അതെന്താ കർത്താവ് അങ്ങനെ ചെയ്യുന്നു? ഇപ്പം കർത്താവ് പണിയാൻ പറയുകയാണെങ്കിൽ കർത്താവ് എന്തും കൊടുക്കും അല്ലേ? കർത്താവ് അങ്ങനെയല്ലേ? കർത്താവ് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അതിൻ്റെ റിസോഴ്സ് കൊടുക്കാതിരിക്കുമോ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ന് ഇത്രയും ഇത് മലിനമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ഏദൻ തോട്ടത്തിൽ കിടന്ന സർപ്പം നമ്മുടെ ഇടയിൽ ചുറ്റി തിരിയുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ കാരണം. നമ്മൾ വിചാരിച്ചിരിക്കുന്ന സാത്താനാണ് നമ്മുടെ ഏറ്റവും വലിയ എതിരാളി. സാത്താനെ ബത്സിച്ച് കഴിഞ്ഞാൽ എല്ലാം ശരിയാവുന്ന. ഈ എത്ര നാളായിട്ട് നമ്മുടെ പാസ്റ്റർമാർ ഡൽഹിയിൽ തൊട്ട് ഇങ്ങ് വരെയുള്ള എല്ലാ അന്ധകാര ശക്തിയെയും ദേശാധിപ ശക്തിയെയും ശാസിച്ചിട്ടും ഒരു പ്രയോജനവും ഇല്ല. ശരിക്കും പറഞ്ഞാൽ എവിടെയാണ് ഈ പോരാട്ടം നടക്കുന്നത്? അവർക്കൊരു കാലമുണ്ട്, ആ കാലഘട്ടം വരെ അവർ കളിച്ചുകൊണ്ടിരിക്കും, ഈ ദുരാത്മാക്കളും ഈ ലോകത്തിൻ്റെ അധിപതിയൊക്കെ. പക്ഷെ നമ്മുടെ യഥാർത്ഥ ശത്രു, ദൈവത്തിൻ്റെ യഥാർത്ഥ ശത്രു സാത്താനല്ല. ദൈവത്തിൻ്റെ യഥാർത്ഥ ശത്രു മനുഷ്യനാണ്. നിങ്ങൾ ചിലപ്പോൾ ഞാൻ പറയുന്നത് വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ ബൈബിളിൽ നിന്ന് തെളിയിച്ചു തരാം. സാത്താൻ ഒരു സ്പിരിച്വൽ ബീയിങ് ആണ്. സാത്താനോട് ദൈവം പറയാണ് പോടാ എന്ന് പറഞ്ഞവന് പോയേ പറ്റൂ. ഇവിടെ വന്ന് 10 മിനിറ്റ് തലയും കുത്തി നിൽക്കടാന്ന് പറഞ്ഞാൽ അവൻ നിന്നേ പറ്റൂ. കാരണം അവൻ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. എവറി സ്പിരിച്വൽ ബീയിങ് വിൽ ഒബേ ദ ലോർഡ്. ഇയ്യോബിൻ്റെ അടുത്ത് പോയി പരിശോധിക്കട്ടെ, പെർമിഷൻ വേണം. പത്രോസിനെ ഞാനൊന്ന് പാറ്റട്ടെ, പെർമിഷൻ വേണം. പെർമിഷൻ ഇല്ലാതെ അവനൊന്നും ചെയ്യാൻ പറ്റില്ല. തലമുടി നാര് താഴെ വീഴിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പെർമിഷൻ വേണം. അത്രേ സാത്താന് ശക്തിയുള്ളൂ. നമ്മൾ ഈ പെന്തക്കോസ്തുകാർ കൊടുക്കുന്ന ശക്തിയെ സാത്താനുള്ളൂ, അല്ലാതെ അതിന് സ്വന്തമായിട്ടൊന്നുമില്ല. നമ്മളിവിടെ നിന്ന് പ്രവാചകന്മാരിടയ്ക്ക് നിന്ന് ഭയങ്കര ശക്തിയാണ്, അവിടുത്തെ പോരാട്ടം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിയുമ്പം ഇവൻ അപ്പുറത്തിരുന്നേക്ക് ഉണ്ട് കുറച്ച്. കാരണം ഈ ബലവും ബഹുമാനവും ശക്തിയും സ്വീകരിപ്പാൻ കുഞ്ഞാട് അയോഗ്യൻ, അല്ലാതെ ഇതൊന്നും അല്ല. നമ്മൾ ഈ കുഞ്ഞാടിന് കൊടുക്കേണ്ട ബലവും ബഹുമാനവും ശക്തിയും എല്ലാം ഇടയ്ക്കിരിക്കുന്ന കുട്ടിച്ചാത്തന്മാർക്ക് കൊടുത്തിട്ട് അവർ പറയും പിന്നെ അത് നിങ്ങളെ വിടുവോ? അത് കേൾക്കാൻ അതിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സാത്താനാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് വിചാരിക്കരുത്. സാത്താനെ ഉമിണ്ണ് കളയുക എന്ന് പറഞ്ഞ ഒരു സെക്കൻഡ് കൊണ്ട് ദൈവത്തിന് നടക്കുന്ന കാര്യമാണ്. സാത്താനെ എന്തു വേണമെങ്കിലും ദൈവത്തിന് ചെയ്യാനുള്ള അധികാരമുണ്ട്, ഏത് സമയത്തും ചെയ്യാനും പറ്റും. പക്ഷേ സാത്താൻ അതിനിടയിൽ ഒരു കുരുക്കൊപ്പിച്ച് വെച്ചിരിക്കുന്നത് ഈ മനുഷ്യനിലൂടെയാണ്. അതാണ് കുരുക്ക്. ഏദൻ തോട്ടത്തിൽ വെച്ച് സാത്താൻ പറയുന്നത് ആദമിനോട് ഹവ്വയോട് എന്താ പറയുന്നത്? നീ ദൈവത്തെ വിട്ടേക്ക്, എൻ്റെ കൂടെ വാ. ഇന്ന് പലപ്പോഴും സഭ പിള്ളേരും അങ്ങനെയല്ലേ പറയുന്നത്, ആ പാസ്റ്റർ ശരിയല്ല, എൻ്റെ കൂടെ വാ. അങ്ങനെ സാത്താൻ വിളിച്ചുകൊണ്ട് പോയില്ല. ആരെ പോയോ? ഞാനാണ് അടുത്ത ദൈവം എന്ന് പറഞ്ഞോ? ഇല്ല. സാത്താൻ നല്ലൊരു ഓഫർ കൊടുത്തു, നിന്നെ ദൈവത്തെ പോലെ ആക്കാന്നാ പറഞ്ഞു. അപ്പൊ ആരെ ദൈവത്തെ പോലെ ആക്കാന്ന? മനുഷ്യനെ ദൈവത്തെ പോലെ ആക്കാനാണ് സാത്താൻ നടക്കുന്നത്. അപ്പൊ എങ്ങനെയാ ദൈവത്തെ പോലെ ആക്കുന്നതെന്ന് അറിയോ? ആദ്യം നന്മ തിന്മകളെ തിരിച്ചറിയുന്ന ഒരു ടെക്നിക്ക് പറഞ്ഞു കൊടുത്തു. അതായത് പഴം തിന്നു കഴിഞ്ഞാൽ പിന്നെ നന്മ തിന്മകൾ അറിയാം. അപ്പൊ സ്വന്തമായിട്ട് തന്നെത്താൻ എല്ലാം ചെയ്യാം.
ഈ നന്മതിന്മകൾ അറിയത്തില്ലെങ്കിൽ എപ്പോഴും ദൈവത്തോട് ചോദിക്കണം, പിതാവിനോട് ചോദിക്കണം, എന്താ ചെയ്യേണ്ടത് കർത്താവെ, എഴുന്നേറ്റ് വലത്തോട്ട് എഴുന്നേക്കണോ ഇടത്തോട്ട് എഴുന്നേക്കണോ, അതൊന്നും നമുക്ക് അറിയത്തില്ല, നന്മയും തിന്മയും അറിയത്തില്ലെങ്കിൽ. അപ്പോൾ എല്ലാത്തിനും ദൈവത്തെ ആശ്രയിച്ചേ പറ്റുള്ളൂ. പക്ഷെ സാത്താൻ പറഞ്ഞു, ഇങ്ങനെ നീ ആശ്രയിച്ച് അടിമയായിട്ട് ജീവിക്കുന്ന എന്തിനാ? നിന്നെ ഞാൻ ദൈവമാക്കാം. നീ ദൈവത്തെ പോലെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള, ഫ്രീ വില്ലുള്ള, ഇഷ്ടം പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റുന്ന ബുദ്ധിയുള്ള, ജ്ഞാനമുള്ള, ദൈവത്തിന് തുല്യനായ ആളാക്കി മാറ്റാം. അവൻ അതിനകത്താണ് വീണത്. അവൻ സാത്താനെ കണ്ട് ഭ്രമിച്ച് പോയതല്ല, ദൈവത്തെ കണ്ട് ഭ്രമിച്ച് ദൈവത്തെ പോലെ ആവാൻ വേണ്ടി പോയതാ. നിങ്ങൾക്ക് വിശ്വാസമായില്ല? ഇനിയും പറയാം, കഥകൾ ഇഷ്ടം പോലെ ഉണ്ട്. അന്ന് ആദ്യമായിട്ട് ദൈവത്തിനെതിരെ സാത്താൻ ഉണ്ടാക്കിയ റിബല്യൻ എന്ന് പറയുന്നത് സ്വയം നീതിയാണ്, എൻ്റെ സ്വന്തം നീതി. ആ പഴം പറിച്ചത് അന്നേരം തന്നെ അവർക്ക് നഗ്നരാന്ന് മനസ്സിലായി. ഉടനെ അവര് അത്തിയില കൂട്ടിത്തുന്നി ഒരരയാട ഉണ്ടാക്കി. ഈ കൂട്ടിത്തുന്നുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമാണ്. അതെങ്ങനെ സാധിച്ചു എന്നുള്ളത് ഞാൻ ഒത്തിരി ആലോചിച്ചിരുന്നു. അപ്പോൾ തുന്നി ചേർക്കാൻ ഏതെങ്കിലും നാരൊക്കെ എടുത്തായിരിക്കും ചെയ്തത്, എന്തെങ്കിലും ആയിക്കോട്ടെ. അതൊക്കെ ഇട്ട് അവർ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കാണും. ഇപ്പോഴാണ് നമ്മൾ ഡീസൻ്റ് ആയത്. കാരണം വസ്ത്രധാരണമാണ് നമ്മുടെ സംസ്കാരത്തെ നിർവചിക്കുന്നത്. ഒരാൾക്ക് എന്തുമാത്രം സംസ്കാരം ഉണ്ടെന്ന് നോക്കണേ, അയാളുടെ വസ്ത്രധാരണം നോക്കിയാൽ മതി. എന്നെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ ഭയങ്കര കെയർലെസ് ആയിട്ടുള്ള ഒരാളാണ്. ചിലപ്പോൾ ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ നേരെ ഇരിക്കുന്നതിന് അത്ഭുതം. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് അങ്ങനെ ഒന്നും, എന്നാലും പൊതുവായൊരു റൂൾ എന്ന് പറയുന്നത് അതാണ്. സംസ്കാരം നിർവചിക്കപ്പെടുന്നത് വസ്ത്രധാരണത്തിലൂടെയും പെരുമാറ്റത്തിലൂടെ ആണല്ലോ. അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും സംസ്കാരം എന്ന് പറയുന്നത് വസ്ത്രമാണ്. അപ്പോൾ ആദ്യത്തെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് തന്നെ വസ്ത്രമാണ്. അത് അരയാടയാണ്. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറയും, ഇപ്പോഴാണ് നീ ഒരു സംസ്കാരമുള്ളവനായത്, എന്തൊരു വൃത്തികേടായിരുന്നു. നൗ യു സീം വെരി ഗുഡ് ആൻഡ് എലഗൻറ്റ്, ഓക്കെ, യു ആർ കൾച്ചേർഡ്. അപ്പോൾ ഹോ പറഞ്ഞു, കണ്ടോ, ഇതാണ് ബുദ്ധി. ഇത് വെച്ച് നമ്മളിനി എയ്റോപ്ലെയിൻ ഉണ്ടാക്കും, കാൽക്കുലേറ്റർ ഉണ്ടാക്കും. കാരണം നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞേക്കുന്ന ബുദ്ധി നിസാര ബുദ്ധിയല്ല, ഇത് അന്നേ തിന്നേണ്ടതായിരുന്നു. അല്ലെങ്കിൽ ദൈവത്തോടെല്ലാം ചോദിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ ആലോചിച്ച് നോക്കി, ഈ അത്തിയില ഉണ്ടാക്കാൻ നേരത്തെ നമ്മൾ ആരുടെങ്കിലും ചോദിച്ചോ, ഇത്ര നല്ലൊരു ക്ലീൻ ആയിട്ടുള്ളൊരു വസ്ത്രം കിട്ടിയില്ലേ? പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കർത്താവ് ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ തോട്ടത്തിലൂടെ വന്നിട്ട് ഒറ്റ വിളി, ആദമേ നീ എവിടെ? ഒറ്റ ഓട്ടമായിരുന്നു. മരത്തിൻ്റെ പറയുന്നിട്ട് പറയാം, നിന്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ നഗ്നനായിരുന്നു. അപ്പോൾ ഇത്ര നേരം ഉടുത്തോണ്ടിരുന്ന ഉടുപ്പെന്തി? അരയാട എവിടെ? ആ അരയാട ഇട്ടോണ്ട് ഇയാൾ ഓടി പുറകെ ഹൗവായി ഓടി മരത്തിൻ്റെ പുറകിൽ മറിഞ്ഞിരുന്നിട്ട് പറയാണ്, നിന്റെ ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾക്ക് തുണിയില്ലാതിരിക്കുന്ന അവസ്ഥയായതുകൊണ്ട് ഞങ്ങൾ ഒരു മരത്തിൻ്റെ പോയി. അപ്പോൾ ഈ ഉണ്ടാക്കിയ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഹൗവയുടെ നന്ദികേടല്ലേ ആദം കാണിച്ചത്? ആ ഹൗവ ഉണ്ടാക്കിയെങ്കിൽ ഈ കുരുട്ടുബുദ്ധി ചിലപ്പോൾ ഹൗവയ്ക്കായിരിക്കും. കാരണം ആദ്യം പഴം തിന്ന ഹൗവയാണല്ലോ. അപ്പോൾ പഴം ഡൈജസ്റ്റായി ആദ്യം വന്ന ഹൗവയ്ക്കായിരിക്കും. ഞാൻ ഊഹിച്ച് പറഞ്ഞത്, അങ്ങനെ അത് ഊഹിക്കാൻ പാടില്ല എന്നാലും. പക്ഷെ കർത്താവ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ നമ്മൾ ഏച്ചു കെട്ടി ഉണ്ടാക്കുന്ന വസ്ത്രം കർത്താവിന് മുമ്പിൽ ഫലമാകുന്നില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫലമാകുന്നുണ്ട്. അയ്യോ പാസ്റ്ററെ, എത്ര നാളെ കണ്ടിട്ട് എന്ത് നല്ല വസ്ത്രം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, എന്ത് സ്നേഹമാണ് ആ ബ്രദറിന്. പക്ഷെ കർത്താവ് അകത്തോട്ട് നോക്കുമ്പം വേറെ എന്തൊക്കെയോ കാണുന്നു. ദീർഘമായി പ്രാർത്ഥിക്കുന്ന അമ്മച്ചി, രാത്രിയുടെ യാമങ്ങളിൽ നിന്റെ കരച്ചിൽ കർത്താവ് കേട്ടിരിക്കുന്ന ഒരു പ്രവാചകൻ പറയുന്നതോടുകൂടി ജീവിതത്തിൽ ഒരിക്കലും രാത്രിയുടെ യാമം എന്താന്ന് പോലും അറിയാതെ കൂർക്കം വലിച്ച് ഉറങ്ങുന്ന അമ്മച്ചിയും പ്രൈസ് ദി ലോർഡ് എന്ന് പറയും. കാരണം ഇരുന്നോട്ടെ, നമുക്കൊരു അത്തിയില്ല, രാത്രിയെല്ലാം പ്രാർത്ഥിക്കുന്ന അമ്മച്ചി, ഇതൊക്കെ ഭയങ്കര ക്രെഡിറ്റാണ്. ഉപവസിക്കുമ്പോൾ വാടിയ മുഖം കാണിക്കുന്നത് തൊട്ട് എല്ലാ മതപരമായ വേഷം കെട്ടലുകളും ഈ അത്തിയിലേന്ന് വന്നതാണ്. അപ്പോൾ അത്തിയിലൂടെ നോക്കിക്കഴിയുമ്പം നമ്മളെല്ലാം ഭയങ്കര ഡീസൻ്റാണ്. പക്ഷെ കർത്താവ് നമ്മുടെ ഹൃദയത്തെ നോക്കി കഴിയുമ്പോഴാണ് ആകെ പ്രശ്നമാകുന്നത്. അതുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ ഈ മനുഷ്യൻ്റെ നീതികൾ കൊണ്ട് സാധിക്കില്ല. പക്ഷെ ആദം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അതാണ് വില്ലത്തരം എന്ന് പറയുന്നത്. ഈ ദൈവം ഇടയ്ക്ക് വന്നിട്ട് ആദമിനോട് ചോദിക്കുക, നീ ആ പഴം തിന്നു. അപ്പോൾ ആദമിന് പറഞ്ഞാൽ മതി, ഞാൻ തിന്നുപോയി, ഡിസൊബീഡിയൻസ് കാണിച്ചു, എന്നോട് ക്ഷമിക്കണം, ഇനി മേലാൻ ഞാൻ കഴിക്കത്തില്ല. പറഞ്ഞാൽ മതിയായിരുന്നു അറിയത്തില്ല, പക്ഷെ പറഞ്ഞില്ല. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ആദം അങ്ങനെയല്ല പറഞ്ഞത്. ആദം പറഞ്ഞത് എങ്ങനെ എൻ്റെ കുഴപ്പമാവുന്നതെന്ന് ചോദിച്ചു. കാരണം എൻ്റെ നീതി വെച്ച് എങ്ങനെ നോക്കിയിട്ടും നീ പറഞ്ഞത് തെറ്റാണ്. കാരണം ഞാൻ നീതിമാനാണ്. ഞാൻ കല്യാണം കഴിച്ച് എങ്ങനെ നിനക്കറിയാലോ, നല്ല ഉറക്കത്തിലായിരുന്നു. ഇന്ന മുടിയുള്ള, ഇത്ര സൗന്ദര്യമുള്ള, ഇത്ര വിദ്യാഭ്യാസമുള്ളൊരു ഭാര്യ വേണം ഞാൻ പറഞ്ഞില്ല. ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ നിന്റെ ഇഷ്ടത്തിനൊരു ഭാര്യ തന്നിട്ട്, നിന്റെ ഇഷ്ടത്തിനുള്ള ഭാര്യ എനിക്ക് ഈ പഴം തന്നിട്ട് ഞാനത് തിന്നതിന് നീ എന്നെ എങ്ങനെ കുറ്റം പറയും? ഞാൻ ഒറ്റയ്ക്കിരുന്നപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? അപ്പോൾ ആരുടെ കുഴപ്പം ഇതെല്ലാം? ഭാര്യ തരുമ്പം കുറച്ചുകൂടെ നല്ല ഭാര്യ തന്നിരുന്നെങ്കിൽ ഞാൻ ഈ അവസ്ഥയിൽ കിടക്കുമായിരുന്നു എന്നല്ലേ ആദം ചോദിക്കുന്നത്. അപ്പോൾ ശരിക്കും ആരാ ഇതിനകത്ത് പ്രതിയായത്? ആദമിൻ്റെ കോടതിയിൽ ആരാ ഇപ്പോൾ പ്രതി? ദൈവം. അപ്പോൾ ഹൗവയോട് ചോദിച്ചു, നീ ആണോ മോളെ ഈ പണി പറ്റിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഹൗവ പെന്തിക്കോസുകാരിയായിരുന്നു. ഹൗവ പറഞ്ഞു, ഞാനല്ല, സാത്താൻ ഒപ്പിക്കുന്നതാണ്. നമ്മൾ സാധാരണ എല്ലാം സാത്താൻ്റെ തലയിലോട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ സാത്താൻ ഒപ്പിക്കുന്നതാണ്
അത് പ്രത്യേകിച്ച് യാക്കോബ് പറയുന്നുണ്ട്, അവരവരുടെ മോഹത്തിൽ കുരുങ്ങിയാണ് ഓരോരുത്തരും വശീകരിക്കപ്പെടുന്നത്. വെല്ലോടത്തോളം നടക്കുന്ന സാത്താൻ അവന് നമ്മുടെ അടുത്ത് വരേണ്ട ഒരു കാര്യമില്ല. യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ചെല്ലണമായിരുന്നു. കാരണം കർത്താവിൻ്റെ ഉള്ളിൽ ഈ സാധനം ഇല്ലായിരുന്നു, ജഡം, പാപജഡം. അതുകൊണ്ട് ചെന്ന് പരീക്ഷിക്കണം. നമുക്ക് അടുത്ത് വരേണ്ട പോലും കാര്യമില്ല, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഈ മോഹങ്ങളാൽ പരീക്ഷിക്കപ്പെടാൻ സാത്താൻ ഒരു എഫേർട്ട് എടുക്കാതെ തന്നെ നമ്മൾ ഓൾറെഡി വീണ് കിടക്കുകയാണ്. കുറ്റം മുഴുവൻ അവന്. ഓക്കെ, അപ്പോൾ ഇത് ആ മനുഷ്യൻ്റെ കോടതി വിസ്തരിച്ചപ്പോൾ ഒരു കാര്യം കൃത്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കണം. മനുഷ്യൻ്റെ നീതി വ്യവസ്ഥ അനുസരിച്ച് അവനൊഴിച്ച് ബാക്കി എല്ലാവരും കുറ്റക്കാരാണ്. അങ്ങനെ അവൻ്റെ കോടതി എപ്പോഴും വർക്ക് ചെയ്യുന്നത്. സെൽഫ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയും. ഇപ്പം എനിക്കിത്തിരി റണ്ണിങ് ടെമ്പറേച്ചർ ഉണ്ട്. കാരണം ഇന്നലെ 2-3 ദിവസമായിട്ട് ഇത്തിരി അലച്ചിൽ കൂടുതലായിരുന്നു. വെരി മച്ച് ടയർഡ്. അപ്പോൾ ഒരു എക്സ്ക്യൂസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എല്ലാത്തിനും എന്നെ നീതീകരിക്കാൻ, അല്ലെ എന്നെ ഒന്ന് വെളിയിലിറക്കാനുമുള്ളൊരു എക്സ്ക്യൂസ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നോട് എൻ്റെ ഒരു സഹോദരൻ പറഞ്ഞാണ്, എങ്ങനെ വീണാലും 4 കാലം വീഴാനുള്ള നിൻ്റെ ആ കഴിവ് ഭയങ്കര. കാരണം വി ജസ്റ്റിഫൈ അവർ സെൽസ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇത് എൻ്റെ കോടതിയുടെ പ്രത്യേകതയാണ്. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും തമ്മിൽ വഴക്കുണ്ടാക്കിയാൽ ആരുടെ കുഴപ്പമായിരിക്കും അത് എപ്പോഴും? ഞാൻ എന്ത് അയാൾ അങ്ങനെ തന്നെ പറയുന്നു. കൗൺസിൽ ചെയ്ത് നമ്മൾ ഒരു സൈഡ് കേൾക്കുമ്പോൾ തോന്നുന്നു, അയ്യോ ഇവരെന്ത് പാവമാണ്, ആ മനുഷ്യൻ ഇവരെ ഉപദ്രവിക്കാനുണ്ടെന്ന്. അയാളോട് ചോദിച്ചു കഴിയുമ്പോഴല്ലേ നമ്മുടെ അമ്മാമ്മയുടെ കഥ മനസ്സിലാകുന്നു. ഇത് ഭയങ്കര കേസ്. അപ്പം ഓരോരുത്തരും അവരുടെ ഭാഗം ജസ്റ്റിഫൈ ചെയ്യുന്ന ആ ഒരു പ്രത്യേക വൃത്തികെട്ട കോടതി. നിങ്ങൾ ആലോചിക്കുക, കോടതി എപ്പോഴും ജഡ്ജി മാത്രം ശരി, ഒരു ഭാഗം മാത്രം പിടിക്കുന്ന ഒരു കോടതി ഉണ്ടെങ്കിൽ അത് എത്ര വൃത്തികേടായിരിക്കും. അപ്പം ഇതിനകത്ത് നല്ല മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ ദൈവത്തിന് ഒരു വലിയ ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പം ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു മനുഷ്യനാണെന്നുള്ളതിന് ഇനിയും 2-3 തെളിവുകളോടെ ഞാൻ തരാം. ഓക്കെ, ഇത് നിങ്ങളെ ഞെട്ടിപ്പിക്കുന്നൊരു തെളിവാണ്. നിങ്ങൾ ഞെട്ടുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും പറഞ്ഞു നോക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം പറയുന്നു. യേശു പത്രോസിനോട് പറയുന്ന കാര്യമാണ്. യേശു അവനോട്, ബർയോന ശീമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. അപ്പോൾ നല്ല കാര്യം അല്ലേ, ഡയറക്റ്റ് റെവലേഷൻ. ഈ ഡയറക്റ്റ് റെവലേഷന് പ്രത്യേകതയുണ്ട്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നും യേശു ക്രിസ്തു ആണ് ക്രിസ്തു എന്നും ഒക്കെ നേരത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. നഥനയേൽ പറഞ്ഞായിരുന്നു, ദൈവപുത്രനായ ക്രിസ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓർമ്മയുണ്ടോ? ശമരിയക്കാരി സ്ത്രീ പറഞ്ഞായിരുന്നു, നീ മെശിഹ എന്ന്. പക്ഷെ അവിടെ ഒന്നും കർത്താവ് പറഞ്ഞില്ല, നീ ഭാഗ്യവതി. ശമരിയക്കാരി സ്ത്രീയെ നീ ഭാഗ്യവതിന്നോ, ബർത്തലോമിയോ നഥനയേലെ നീ ഭാഗ്യവാനെന്നോ പറഞ്ഞില്ല. പക്ഷെ ഇവിടെ പറഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയോ? ഈ നഥനയേല് ശരിക്കും യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് മനസ്സിലാക്കിയത് എങ്ങനെയാണ്? അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന കണ്ടതുകൊണ്ടാണ്. അത് ലോജിക്കലി കണ്ടുപിടിച്ചത്. അതായത് ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ വെളിപ്പാടായിട്ടല്ല വരുന്നത്, യുക്തിയിൽ നിന്നാണ് വരുന്നത്. അത് പോരാ. നഥനയേലോട് കർത്താവ് പറയാണ്, യുക്തിയിൽ നിന്ന് നീ ഇപ്പോൾ പറഞ്ഞു ഓക്കെ, പക്ഷെ നീ ദർശനം കാണണം. മനുഷ്യപുത്രൻ്റെ മേൽ ദൂതന്മാരെ കയറി ഇറങ്ങുകയും ചെയ്യുന്നത് നീ കാണും എന്ന് പറയുമ്പോൾ ആ ഒരു വിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ റെവലേഷനായിട്ട് അംഗീകരിക്കുന്നുള്ളൂ. അപ്പോൾ ഉയരത്തിൽ നിന്നൊരു വിഷൻ നഥനയേലിനില്ലായിരുന്നു, പക്ഷെ പത്രോസിനുണ്ടായിരുന്നു. ഈ ശമരിയക്കാരി സ്ത്രീ എന്തുകൊണ്ടാണ് പറഞ്ഞത്? 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവന് നിന്റെ ഭർത്താവല്ലെന്ന് പറഞ്ഞപ്പോൾ അവൾ കിടുങ്ങിപ്പോയി. കാരണം നാട്ടുകാരെല്ലാം അത് ഭർത്താവാന്നായിരിക്കും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര സീക്രട്ട് കർത്താവ് പൊളിക്കുവാണ്. അപ്പോഴാണ് പറയുന്നത് മെശിഹായാണ്. കാരണം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഇതിൽ യുക്തിയാണ്. പക്ഷെ പത്രോസ് അങ്ങനല്ല. പത്രോസിന് ഒരു ബോധവുമില്ലാതിരിക്കുമ്പോൾ ഉയരത്തിൽ നിന്നൊരു വെളിപ്പാട് വരികയാണ്, ഇത് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അപ്പോൾ കർത്താവ് പറയാണ്, ഈ കൺഫെഷൻ, ഈ ഒരു വെളിപ്പാട്, ഇതിന്മേലാണ് ഞാൻ എൻ്റെ സഭയെ പണിയാൻ പോകുന്നത്. അതിലൊരു കഷണമാണ് നീ പത്രോസേ എന്നാണ് കർത്താവ് പറയുന്നത്. പക്ഷെ പാവം പത്രോസ് ഈ പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞപ്പം പത്രോസ് വേറൊരു രീതിയിലുള്ള ഒരാളായിപ്പോയി. നമ്മളിത് പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകാം. നമ്മൾ പിന്നെ ആ പുകഴ്ത്തി പറഞ്ഞ ആളുടെ അടുത്ത ആളായിട്ട് മാറും, പിന്നെ ഒട്ടിപ്പിടിക്കും. 23-ാം വാക്യത്തിൽ അതാ സംഭവിച്ചത്. അവനോ തിരിഞ്ഞ് പത്രോസിനോട് എന്താ പറഞ്ഞതെന്നറിയോ? സാത്താനെ എന്നെ വിട്ടുപോ. അപ്പോൾ വെറും 7 വാക്യം കഴിഞ്ഞപ്പോൾ ഈ പത്രോസ് ആരായി മാറി? സാത്താനായി മാറി. എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടാണ് സാത്താനായി മാറിയത്? ഇയാൾ സാത്താൻ്റെ പള്ളി വല്ലതും തുടങ്ങിയോ? സാത്താൻ്റെ കുർബാന ചെയ്തോ? ഇവർ സാത്താനാണ് ശരിയെന്ന് പറഞ്ഞോ? അത് പുതിയ മതം സ്ഥാപിച്ചോ? അവിടെ നിന്ന് വിട്ടുപോയി പോലും ഇല്ല, അപ്പോഴും കർത്താവിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ എങ്ങനെയാണ് സാത്താനായത്? അടുത്ത വാക്യം, നീ ദൈവത്തിൻ്റെതല്ല, നീ എനിക്ക് ഇടർച്ചയാകുന്നു, കാരണം നീ ദൈവത്തിൻ്റെതല്ല, സാത്താനുള്ളതത്ര കരുതുന്നെന്നാണോ പറഞ്ഞേക്കുന്നത്? ആണോ?
അല്ല. എന്താ പറഞ്ഞേക്കുന്നേ? എങ്ങനെയാണ് സാത്താനായത്? നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത്. അപ്പൊ എങ്ങനെ ഒരാൾ സാത്താനാകുന്നത്? എങ്ങനെ ഒരാൾ സാത്താനാകുന്നത്? മനുഷ്യരുടേത് കരുതിയാൽ മതി. ദൈവത്തിന്റെ വഴി, ഉയരത്തിലെ വഴി നോക്കാതെ മനുഷ്യർക്ക് വേണ്ടി മുമ്പിലിരിക്കുന്ന മനുഷ്യരെ യജമാനന്മാരായി കണ്ട് അവരുടെ നന്മ പ്രവചിച്ച് ഇന്ന് സാത്താന്റെ അന്യാഗ്നി നമ്മുടെ സഭകളിലെല്ലാം കത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മനുഷ്യനാണ് ദൈവത്തിനെതിരെ അന്ത്യകാലത്ത് എഴുന്നേറ്റ് വരുന്ന എതിർ ക്രിസ്തു. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നറിയോ? അത് സാത്താൻ തന്നെയാണ്. എങ്കിലും ആ സംഖ്യ പറഞ്ഞേക്കുന്നത് എങ്ങനെയാ? ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ, അത് ഒരു മനുഷ്യന്റെ സംഖ്യ അത്രേ. അപ്പൊ ഈ സാത്താൻ എന്തിനാ നടക്കുന്നേ? നിങ്ങൾ പറ, എന്തിനാ നടക്കുന്നേ? യേശുക്രിസ്തുവിനെ മലയുടെ മുകളിലോട്ട് കൊണ്ടുപോയി സാത്താൻ എന്താ കാണിച്ചത്? ലോകത്തിലെ രാജാക്കന്മാരുടെ മഹത്വം കാണിച്ചത്. ഇറ്റ്സ് അബൌട്ട് ദ ഗ്ലോറി ഓഫ് മെൻ ആണോ? ഇതല്ല എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞ ലോകത്തിൽ നമ്മൾ കാണുന്ന ഗ്ലോറി സാത്താനെ ഏൽപ്പിച്ചിരിക്കുക. അവൻ അതിന്റെ കസ്റ്റോഡിയനാ. അവന്റെ ഒരു ഗ്ലോറിയും ഇല്ല. അവൻ ഗ്ലോറി ഉണ്ടാക്കുന്നത് മനുഷ്യരെ വെച്ചിട്ടാ. ആണോ? നിങ്ങൾ ഞെട്ടിയിരിക്കുന്നതാണോ മിണ്ടാത്തതാണോ? ഇങ്ങനെയാണോ നിങ്ങൾ എപ്പോഴും? എനിക്കറിയത്തില്ല. അപ്പൊ മനുഷ്യർക്ക് വേണ്ടിയുള്ള മതം, മനുഷ്യരുടെ നീതിയെ ആഘോഷിക്കുന്ന പ്രസ്ഥാനങ്ങൾ, മനുഷ്യരുടെ കഴിവിൽ പടുത്തുയർത്തുന്നത്, ഇതെല്ലാം ദൈവത്തിനെതിരെയാണ് വരുന്നത്. അപ്പൊ എത്ര നമ്മൾ സൂക്ഷിക്കണമെന്ന് ആലോചിച്ച് നോക്കി. ഓരോ പ്രവാചകൻ പ്രവചിക്കുമ്പോൾ എനിക്കൊരു 5 വർഷം കൂടെ ജീവിക്കണം എന്നാണ് തോന്നുന്നത്, എത്രയും വേഗം കർത്താവിൻ്റെ അടുത്ത് പോകണം എന്നാണ് തോന്നുന്നത്. ഇതാണ് ആത്മാവിന്റെ സെപ്പറേഷൻ എന്ന് പറയുന്നത്. We need to discern the spirits. അപ്പോൾ അതുകൊണ്ട് എന്താണ് അപകടം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവനെ വിശ്വസിക്കുന്നവർ നിത്യജീവങ്കിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ നിത്യതയുടെ വാഗ്ദത്തങ്ങളിലൂടെയാണ് നമ്മൾ പാപങ്ങളെ ജയിക്കുന്നത്. നമുക്ക് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെയാണ് നമ്മൾ എറ്റേണിറ്റി, ഗ്ലോറി എന്നുള്ള വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ 2014 ഒരു ചർച്ചിൽ പ്രസംഗിക്കായിരുന്നു. ഒരു ഈവനിങ് ടൈം, ഏതാണ്ട് ഇതേ ടൈമാണ്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, എൻ്റെ പുറകിൽ ഒരു 5-6 പാസ്റ്റർമാർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം എന്നെ അങ്ങനെ ആൾക്കാർക്ക് അറിയത്തില്ല. 2018 ശേഷമാണ് ഇങ്ങനൊരു മനുഷ്യനുണ്ടെന്ന് ആൾക്കാർ കണ്ടുപിടിച്ചത്. അത് ഞാൻ കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കണ്ടുപിടിച്ചതല്ല. ഞാൻ നമ്മുടെ കുണ്ടറയിലുള്ള ചർച്ച് ഓഫ് ഗോഡിൽ പ്രസംഗിക്കുന്ന സമയത്ത് അവർ ഇത് യൂട്യൂബിൽ ലൈവ് കൊടുക്കുമായിരുന്നു. അപ്പം ഞാൻ ചെന്നപ്പോഴും അവർ പറഞ്ഞു, ഇത് എന്താ സംഗതി ഒരുക്കി വെച്ചിരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞത് ലൈവാണ് യൂട്യൂബിൽ. ഞാൻ പറഞ്ഞു വേണ്ട, കാരണം എനിക്ക് പേടിയായിരുന്നു. എന്തെങ്കിലും അബദ്ധം പറഞ്ഞു പോയാൽ പിന്നെ ഇത് തൂത്താലും തുടച്ചാലും പോകത്തില്ല. തന്നെ നമ്മൾ പറയുമ്പോൾ എക്സാമ്പിൾസിനകത്ത് ഞാൻ മാത്രമല്ല ഉള്ളത്. എൻ്റെ ഭാര്യയുണ്ട്, പിള്ളേരുണ്ട്. വീട്ടിലോട്ട് ചെല്ലുമ്പോൾ പിള്ളേർ വിടില്ല. എന്തിനാ പപ്പ ഞങ്ങളുടെ കഥ പറഞ്ഞു ചോദിക്കും. ഇനി അയൽവക്കക്കാരുടെ കഥയുണ്ട്, ചർച്ചിലെ കഥയുണ്ട്. ഇതെല്ലാം കൂടെ കർത്താവ് യൂട്യൂബിൽ വരുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സ്വതന്ത്രമായിട്ട് പ്രസംഗിക്കണമെങ്കിൽ ഇതൊക്കെ ഒന്ന് ഓഫ് ചെയ്യാമെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഇത് വെറും 150 പേരുള്ള ഒരു ചർച്ചിൽ മാത്രമേ ഇതിൻ്റെ ലിങ്ക് ഉള്ളൂ, വേറെ ആരും ഇത് കാണും. ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഓക്കെ ആയിക്കോട്ടെ. പിന്നെ ഇത് ആരൊക്കെയോ വൈറലാക്കി എതിലേക്കോ പോയി. അവസാനം എൻ്റെ രഹസ്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, പിള്ളേരുടെ കാര്യങ്ങളെല്ലാം നാട്ടിൽ യൂട്യൂബ് വഴി വൈറലായി. അങ്ങനെയാണ് ഇങ്ങനൊരാളുണ്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലായത്. ഇപ്പോൾ 2014 ഇപ്പം ഞാൻ എന്താ പ്രസംഗിക്കുന്ന ആർക്കും അറിയത്തില്ല. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം അറിയാം ഞാൻ ഇതൊക്കെ പറയുള്ളൂ, പക്ഷെ അന്ന് അറിയില്ല. അപ്പം ഞാൻ അന്ന് ചെന്ന ഒരാൾ ഈ ചർച്ചിൽ ചോദിച്ചു, നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും, നിങ്ങളെ ദേശത്ത് മാനിക്കും, നിങ്ങളെ തലമുറകളെ അനുഗ്രഹിക്കും, നിങ്ങളുടെ ബിസിനസ്സിനെ അഭിവൃദ്ധിപ്പെടുത്തും, നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കും, നിങ്ങളെ ആലയത്തിൻ്റെ തൂണാക്കും, നിങ്ങളൊരു അനുഗ്രഹ വിഷയമാക്കി മാറ്റും. 100% ഉറപ്പുള്ളവർ കൈവക്കാൻ പറഞ്ഞു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ ചർച്ച് മുഴുവൻ കൈവക്കി. ഞാൻ പതുക്കെ സൂത്രത്തിൽ ബാക്കിലോട്ട് നോക്കിയപ്പോൾ എല്ലാവരും കൈവക്കി. നമുക്കിങ്ങനെ നോക്കുമ്പോൾ കാണാം എല്ലാവരും കൈവക്കിയിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഇപ്പോൾ സമയം 8:02. 8:03 കർത്താവ് വന്നാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകുന്ന 100% ഉറപ്പുള്ളവർ കൈവക്കാൻ പറഞ്ഞു. ഓരോറ്റ മനുഷ്യൻ കൈവക്കിയില്ല. ഞാൻ പതുക്കെ പുറകോട്ട് നോക്കിയപ്പോൾ അവിടെ ഒരാൾ പോലും ഇല്ല. വിശ്വാസം എന്നതോ എന്തോ ആശിക്കുന്നേ? എന്താശയ്ക്ക ഉറപ്പുള്ളത്? അപ്പൊ ശരിക്കും ആശിക്കുന്നതിൻ്റെ ഉറപ്പെന്നുള്ളത് നമ്മൾ മാറ്റിയിട്ട് മോഹിക്കുന്നതിൻ്റെ ഉറപ്പെന്നാക്കി മാറ്റി. നിങ്ങൾ മോഹിച്ചോ പിള്ളേരെന്നാ പറയുന്നത്. ഇനി അത് മാത്രമാണോ? ഈ വിശ്വാസം എന്ന് പറയുന്നത് തന്നെ അത്യാഗ്രഹമായിട്ട് മാറി. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ,
രണ്ട് നിലയുള്ളൊരു വീട് പണിയാനാണോ, രണ്ട് മുറിയുള്ളൊരു വീട് പണിയാനാണോ നിങ്ങൾക്ക് കൂടുതൽ വിശ്വാസം ആവശ്യമുള്ളത്? രണ്ട് നിലയുള്ള വീടാണെങ്കിൽ കുറെ പ്രാർത്ഥിക്കേണ്ടി വരില്ലേ കൂടുതൽ? ഏതാ അത്യാഗ്രഹം? അപ്പൊ കൂടുതൽ വിശ്വാസി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പൊ വിശ്വാസം കൂടുന്നതനുസരിച്ച് എന്ത് വർദ്ധിക്കണം? പറ. മോഹങ്ങൾ വർദ്ധിക്കണം. നിങ്ങൾ പിന്നെ ഞെട്ടിയിരിക്കുന്ന പോലെ ഉണ്ട്. അപ്പം വിശ്വാസ വീരൻ എന്ന് പറഞ്ഞ ആരാ? ഒയ്യോ, എല്ലാ മോഹവും പ്രാർത്ഥിച്ച് സാധിച്ച ആള്. ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ വിശ്വാസ ജീവിതം, വിശ്വാസം എന്ന് പറയുമ്പോഴേ, ഞാനും പൗലോസും കർത്താവിൻ്റെ ബീമാ സീറ്റിന് മുമ്പിൽ പ്രതിഫലം വാങ്ങിക്കാൻ പോയി നിൽക്കുവാണ്. ഞാൻ ഭയങ്കര വിശ്വാസ വീരനാണ്. ഇങ്ങനെ ഒത്തിരി വിശ്വാസ വീരന്മാർ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. അതുപോലെ ഒരാളാണ് ഞാൻ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പൗലോസിൻ്റെ കർത്താവ് ചോദിച്ചു, പൗലോസെ നീ വിശ്വാസിയാണോ? പൗലോസ് പറഞ്ഞത് ഞാൻ വിശ്വാസം. എന്താ വിശ്വസിച്ചത്? നല്ല പോർപ്പ് ഒരു തോട്ടം തികച്ചു വിശ്വാസം കാത്തു നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഓക്കെ, നിനക്കുള്ള നീതിയുടെ കിരീടം ഇതാണ് എന്ന് പറഞ്ഞ് കിരീടം വെച്ചു കൊടുത്തു. അടുത്ത ഞാൻ നീ എന്താടാ വിശ്വസിച്ചത്? നീ വിശ്വാസിയാണോ? ഞാൻ ഭയങ്കര വിശ്വാസിയാണ്. എന്താ വിശ്വസിച്ചത്? ഓരോ ദിവസവും വിത്ത് വൈബ്രേഷൻ നീ എന്നെ നടത്തുമെന്ന് ഞാൻ വിശ്വസിച്ചു. നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ വൈബ്രേഷൻ? എന്നും നടത്തുന്ന ദൈവം. അത് അപ്പോൾ നടത്തി. രണ്ട്, എനിക്കൊരു ജോലി ഇല്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ ജോലി തരാതെ ഞാൻ ഈ ഉപവാസം നിർത്തത്തില്ല. ഞാൻ വിശ്വസിച്ചു, നീ എനിക്ക് ജോലി തന്നു. ഓക്കെ. കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു, വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, നീ തക്ക തുണയെ തന്നു. തക്ക തുണയാണല്ലോ എന്നും അടിയായിരുന്നു, എന്നാലും തക്ക തുണയെ തന്നു. പിള്ളേരെ തന്നു. പിന്നെ പിള്ളേരുടെ എഡ്യൂക്കേഷന് വേണ്ടി പ്രാർത്ഥിച്ചു, എഡ്യൂക്കേഷൻ തന്നു. പിന്നെ അവരെ കാനഡയിലും അമേരിക്കയിലും സെറ്റിൽ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാവരും പോയി, ഇവിടെ ഒന്നും ആരുമില്ല. വയസ്സനാം കാലത്ത് അപ്പച്ചനും അമ്മച്ചും ഒറ്റയ്ക്കിരിപ്പാണ്. എന്താ അനുഗ്രഹം അല്ലേ ഇത്? അവസാനം പറഞ്ഞു, കർത്താവെ ഞാൻ വിശ്വാസി വന്ന ശേഷം ഇന്നേ വരെ ആശുപത്രി പോയിട്ടില്ല. തലവേദന വന്നാലും വയറുവേദന വന്നാലും ഞാൻ ആശുപത്രി പോകാതെ വിശ്വാസത്താൽ സൗഖ്യം പ്രാപിച്ചു. നല്ല കാര്യമാണ്. പക്ഷെ കർത്താവ് പറഞ്ഞു, ഓക്കെ, എന്നാൽ പിന്നെ പോയിക്കോ. അപ്പൊ നീതിയുടെ കിരീടം. അപ്പൊ കർത്താവ് പറഞ്ഞു, നീ പ്രാർത്ഥിച്ചതെല്ലാം നിനക്ക് തന്നല്ലോ, അതൊന്നും പക്ഷെ ഇങ്ങോട്ട് വരത്തില്ല. നീ പ്രാർത്ഥിച്ച് വിശ്വാസത്താൽ മേടിച്ച രോഗസൗഖ്യം ഉൾപ്പെടെ, ശുശ്രൂഷ ഉൾപ്പെടെ, സ്റ്റേജുകൾ ഉൾപ്പെടെ കർത്താവ് തന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന വിറ്റാമിൻ എം ഉൾപ്പെടെ, മനസ്സിലായോ? വിറ്റാമിൻ മാമോൻ, വിറ്റാമിൻ മണി, അതുൾപ്പെടെ എല്ലാം ഇവിടെ ഇട്ടിട്ട് ഒരൊറ്റ പോക്കാം. അവിടെ ചെല്ലുമ്പം വിശ്വാസിയാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്? ഒരു സാധനവും കൊണ്ടുപോകാനില്ല. എല്ലാം കത്തിപ്പോകുന്ന സാധനങ്ങൾക്ക് വേണ്ടി ഉപവാസം ഇരുന്ന് നെടുമ്പാട് വീണ് പിള്ളേരെ നാട്ടിൽ നിന്ന് ഓടിച്ച് ഏതോ ദേശത്ത് കടത്തി വിട്ടു, പ്രാർത്ഥിച്ചു വിട്ടതാ. എന്തു പ്രാർത്ഥന നടക്കുന്നില്ല. ജർമ്മനിയിലോട്ടും കാനഡയിലൊക്കെ പിള്ളേരിവിടെ. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞ ഇവിടെ പിള്ളേരില്ല, 2-3 ജനറേഷൻ കഴിയുമ്പോഴേക്കും ഇവിടെ ആരും കാണില്ല. അപ്പൊ പ്രാർത്ഥിച്ച് പിള്ളേരെല്ലാം കർത്താവ് അങ്ങ് കൊണ്ടുപോവാ. അപ്പനമ്മമാരെല്ലാം ഒറ്റയ്ക്ക് ഇവിടെ. ഈ ഒരു സംസ്കാരത്തിനകത്ത് നമ്മൾ പെട്ടുപോയി. ശരിയാണോ ഞാൻ പറയുന്നത്? അപ്പൊ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? പാസ്റ്റർ എന്തിനാ ഒരു ചർച്ചില്? ഞങ്ങളുടെ പിള്ളേർക്ക് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി. ആരെങ്കിലും സ്വർഗത്തിൽ പോകുന്ന കാര്യം മിണ്ടുന്നുണ്ടോ? നോ. അപ്പൊ ഞാൻ ഈ പ്രവാചകനോട് പറഞ്ഞു, ഈ ഒരു ശമരിയാക്കാരി സ്ത്രീ, ഒരു ഷണ്ണൻ, ഇങ്ങനെ കർത്താവിന് 100 ആടിൽ ഒരാട്, ആ ഒരു വ്യൂ കിട്ടാൻ എന്ത് വേണം? അങ്ങനെ ഒരു വിഷൻ എനിക്ക് കിട്ടുവാണെങ്കിൽ എന്നോട് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഈ പുള്ളി എന്നോട് പറയണേ, എൻ്റെ പാസ്റ്റർ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ നടക്കുന്നുണ്ട്, പക്ഷെ ഏത് ആത്മാവിനാലാണ് ഞാനിത് പറയുന്നത് ഇപ്പം എനിക്ക് സംശയം തോന്നുന്നു. പുള്ളി പ്രവചനം നിർത്തി. എത്ര പേരെ വഴിതെറ്റിക്കേണ്ട ആളാണെന്നറിയോ? പുള്ളി ഇപ്പോൾ ജോലി ചെയ്ത് ജീവിക്കുക. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായത് ക്രിസ്തുവിൻ്റെ വഴിയിലേക്കല്ല ഞാൻ ആളെ വിടുന്നതെന്നുള്ള കാര്യം. നമ്മൾ ഈ ലോകത്തിൻ്റെ മെസ്മറൈസിങ് പ്ലഷറുകളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ബ്യൂട്ടിയിലേക്ക് ആകർഷിക്കുന്ന ഒരു പരിപാടിയായിട്ട് ഈ ശുശ്രൂഷകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പ്രത്യാശ എന്ന വാക്ക്? അതാണ് നമ്മൾ പറഞ്ഞു തുടങ്ങി. വാട്ട് ഈസ് ഹോപ്പ്? പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പ് എന്താണ്? ഓക്കെ, പ്രത്യാശ എന്തിനു വേണ്ടിയുള്ളതാണ്? നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. ഞാനിത് പണ്ട് ഇവിടെ വന്നപ്പോൾ നിങ്ങളോട് കാണാതെ പഠിക്കാൻ പറഞ്ഞ വാക്യമാണ്. നിങ്ങളെല്ലാം മറന്നുപോയെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ മറക്കില്ല. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരങ്ങുന്നു. അപ്പൊ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം കാത്തിരിക്കുക. നമ്മള് എന്ന് നടക്കും? കർത്താവിന്റെ അടുത്ത വരവിങ്കൽ നടക്കും. അപ്പൊ പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്തുവാ? ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്നവരായ നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരങ്ങുന്നു. ഞെരക്കം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ?
ഞരക്കം എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രസംഗം 8:45 നിർത്തുമെന്നാണല്ലോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. 9:45 ഞാൻ നിർത്താതെ ഒരു വാക്യവും കൂടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഫീലിംഗ് ആണ് ഞരക്കം. നിങ്ങൾ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഞായറാഴ്ചകളിലൊക്കെ ചിലപ്പോഴെങ്കിലും? അപ്പോൾ വിശ്വാസികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെയാണ് പ്ലാസ്റ്റിക് ഇങ്ങനെ മടക്കും, അപ്പം മുഴുവൻ സൗണ്ട് ആയിരിക്കും. 1 മണിയാകുമ്പോഴേക്കും എല്ലാം ബൈബിൾ ഞങ്ങൾക്ക് മതിയായി വിട്ടേക്കുന്നത്. അതിനാണ് ഞരക്കം എന്ന് പറയുന്നത്. ഓക്കെ, ചില ക്ലാസ്സുകളിൽ ബോറൻ ക്ലാസ്സിൽ പിള്ളേരിരുന്ന് ഈ പ്രൊഫസർ പറയുന്നൊന്നും കേൾക്കുന്നില്ല, മഴയുമാണ്, അയാൾ തന്നെ ഉറങ്ങുവാണ് സ്റ്റേജിൽ നിന്നുകൊണ്ട്. ഞങ്ങൾക്കൊരു സഹോദരൻ ഉണ്ടായിരുന്നു ആന്ധ്രയിൽ. അദ്ദേഹം ട്രാൻസ്ലേറ്റ് നിൽക്കുമ്പോൾ കൂടെ സൈഡിൽ നിന്ന് ഉറങ്ങും, പിന്നെ ഇടയ്ക്ക് തട്ടി വിളിക്കണം, അന്നേരം നിന്നുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതിന് ഉറങ്ങും. അപ്പോൾ ഈ സാർ ഇങ്ങനെ മഹാബോറൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിള്ളേർ വെള്ളിയാഴ്ചകളാണെങ്കിൽ എങ്ങനെയെങ്കിലും മണിയടിച്ചാൽ വീട്ടിൽ പോകാമല്ലോ എന്ന് നോക്കിയിരിക്കുന്ന ഒരു കാത്തിരിപ്പുണ്ടല്ലോ, അതാണ് ഈ ഞരക്കം. കാശില്ലാതെ ഞരങ്ങുന്നു, രോഗം വന്ന് ഞരങ്ങുന്നു. കർത്താവ് വരാൻ വേണ്ടി ഞരങ്ങുന്നവരെല്ലാം ഒന്ന് കൈ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്ത്. കള്ളം പറയരുത് ദയവായിട്ട്, വിശുദ്ധ കള്ളങ്ങൾ വേണ്ട. വിശുദ്ധ കള്ളങ്ങൾ പറഞ്ഞ് കർത്താവിനെ സുഖിപ്പിക്കരുത്. കർത്താവിന് നമ്മുടെ അന്തരാത്മാവ് വരെ അറിയാം. നമ്മൾ ഞരങ്ങുന്നത് മുഴുവൻ വിടുതലിന് വേണ്ടിയാ. എൻ്റെ കർത്താവ് എത്ര നാളായി കാത്തിരിക്കുന്നു ആ ലോണൊന്ന് പാസ്സായി കിട്ടാൻ. കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചി ഞങ്ങളുടെ വീട്ടിൽ വന്നു. 35 വർഷമായിട്ട് പെന്തക്കോസ്തിലാണ്. പാവം ഒരമ്മച്ചി. അമ്മച്ചി വീട് പണിയാൻ വേണ്ടി സ്ഥലം വാങ്ങിച്ചു. വീട് പണിയാനുള്ള കാശൊക്കെ സംഘടിപ്പിച്ച് വെച്ചു. ഈ പണി തുടങ്ങി പറമ്പിൽ വെട്ടി കഴിഞ്ഞപ്പോൾ മനസ്സിലായത് അകത്ത് മുഴുവൻ പാറയാണ്. ഈ പാറ പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴേക്കും കാശ് തീർന്നു പോയി. ആ അമ്മച്ചി ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്ന് പറഞ്ഞെന്താണെന്നറിയാം, എനിക്കത് കിട്ടിയില്ല, പക്ഷെ വാഗ്ദത്വമുണ്ട്, ഞാനൊരു വീട് പണിയും. പുള്ളിക്കാരി മരിക്കാറായെന്ന് ആലോചിക്കണം. അപ്പോഴും എങ്ങനെയെങ്കിലും ഒരു വീട് ഫിനിഷ് ചെയ്യണം. ആ ഒരു സ്വപ്നം, മലയാളിയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരു വീടാണ്. എല്ലാവർക്കും സന്തോഷമായോ? ഇതിനു വേണ്ടിയാണ് പ്രാർത്ഥന ഉപവാസം മൊത്തം. ഓക്കെ, അപ്പൊ പ്രത്യാശിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ? ഞരങ്ങുന്ന എന്തിനു വേണ്ടിയാ? കർത്താവെ നിന്റെ തേജസ് ഞാൻ പ്രാപിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞരക്കം ഉണ്ടാകുന്നറിയോ? ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ആത്മാവിന് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മുടെ പാപമുള്ള ശരീരമാണ്. ഈ പാപമുള്ള ശരീരത്തിൽ ആത്മാവ് ഞരങ്ങിക്കൊണ്ടായിരിക്കുന്നത്. അത് റോമാലേഖനം 8 അധ്യായത്തിൽ നമ്മൾ വായിക്കും മനസ്സിലാവും. നമ്മുടെ ശരീരത്തിൽ പാപമുള്ളത് കൊണ്ട്, ക്രിസ്തുവിനെ പോലെ നമ്മളല്ലാത്തത് കൊണ്ട് നമ്മുടെ ഉള്ളിലിരുന്ന് ആത്മാവ് വല്ലാതെ ഞരങ്ങുന്നുണ്ട്. എങ്ങനെ ഞരങ്ങുന്നറിയോ? ഈ തേജസ് എന്ന് വരും. കാരണം ആത്മാവിന് അസഹനീയമാണ് എന്ത്? പാപ സ്വഭാവം. അപ്പൊ നമ്മളും തന്നെ ഞരങ്ങുക. കർത്താവ്, ആത്മാവ് വസിക്കുന്ന ദൈവത്തിന്റെ ആലയമായ എന്നിൽ കോപം, പലതരത്തിലുള്ള വികാരങ്ങൾ ഇങ്ങനെ എൻ്റെ ശരീരത്തിൽ നിന്ന് ഉണ്ടാവുകയാണല്ലോ കർത്താവെ, എന്ന് എനിക്കൊരു തേജസ്കരണം ഉണ്ടാകും. എന്നും പാപമൊന്നും ഇല്ലാതെ നിന്റെ മുമ്പിൽ ഞാൻ ധൈര്യമായിട്ട് നിൽക്കും. ഈ ഞരക്കം ആത്മാവുള്ള എല്ലാവർക്കും ഉണ്ടാകണമെന്നാണ്. മനസ്സിലായ? ഒരു കാലത്ത് ഈ ഞരക്കമായിരുന്നു രക്ഷ. ഈ പ്രത്യാശ എന്ന് പറഞ്ഞാൽ ആ ഞരക്കമാണ്. ഈ ഞരക്കം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ ആ പരവേശം, ആ കൊതി, കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ എന്ന് എൻ്റെ ഉള്ളം കൊണ്ട് പറയുന്നൊരു വെപ്രാളം. എന്നോട് ഈ ഞരക്കം എന്നുള്ള വാക്കിനൊരു സഹോദരൻ പറഞ്ഞ അർത്ഥമാണ് ആകാംക്ഷയോടെയുള്ള വെപ്രാളമാണ്. ഈ വെപ്രാളം നമ്മുടെ ഉള്ളിൽ കർത്താവിനെ കാണാൻ വേണ്ടി ഉണ്ടാവുക, തേജസ് പ്രാപിക്കാൻ വേണ്ടി ഉണ്ടാവുക എന്ന് പറയുന്ന ഇതിനെയാണ് നമ്മൾ പ്രത്യാശ എന്ന് പറയുന്നത്. ഇതിന് പ്രത്യാശഗാനം പാടാൻ നമുക്ക് ധൈര്യമുണ്ടോ? ആമേൻ കർത്താവേ വരണമേ എന്ന് പറയുമ്പോൾ ഞാൻ പോകുമെന്ന് എനിക്ക് ഉറപ്പില്ല. പിന്നെ എന്ത് ധൈര്യത്തിന് ഞാൻ ആമേൻ കർത്താവ് വരണമെന്ന് പറയുന്നത്? മറ്റുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് കാണാൻ വേണ്ടിയാ? അപ്പൊ ശരിക്കും വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തുവാ? എൻ്റെ വിഷയങ്ങളുടെ വിടുതൽ അടുത്ത ജൂണിൽ നടക്കും അല്ല, കർത്താവ് വരുമ്പോൾ ഞാനും തേജസ്സിൽ എടുക്കപ്പെടും. അതെ, വിശ്വാസം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പ് എന്നുള്ളതിന് പകരം മോഹിക്കുന്നതിന്റെ ഉറപ്പ് പ്രസംഗിക്കുന്നവർ വർദ്ധിച്ചിരിക്കുന്നു. സഭകളിൽ അന്യാഗ്നി കത്തി യേശുക്രിസ്തു ഇല്ലാത്ത സഭകൾ ഉണ്ടാകുന്നു. യേശുക്രിസ്തുവിന്റെ ജീവനോ പ്രസംഗമോ ഒരു വാക്യം പോലും പറയാത്ത സഭകൾ. ഈ അന്യാഗ്നി കത്തുന്നതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞങ്ങളുടെ ചർച്ചിൽ ഒരു മിഷണറി കുട്ടിയുണ്ട്. ഇതൊക്കെ യൂട്യൂബ് വഴി പോകുന്ന കാര്യമാണെന്ന് എനിക്കറിയാം, എന്നാലും അത് അറിഞ്ഞിരുന്നോട്ടെന്ന് വിചാരിച്ചാണ്. അവൾ കർത്താവ് ഒരു വിഷം കൊടുത്തു. കർത്താവിനെ കുറിച്ച് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു ദേശത്ത് പോയിട്ട് ജീവം മരണം അതിജീവിച്ച് 1.5 വർഷം അവിടെ താമസിച്ച്, 2 വർഷം അവിടെ താമസിച്ചു. 1 വർഷം കൊണ്ട് പോരാമായിരുന്നു, പക്ഷേ വേണ്ട, 1 വർഷം കൊണ്ട് ഞാൻ താമസിച്ചോട്ടെ എന്ന് റിക്വസ്റ്റ് ചെയ്തൊരു വളരെ വിദൂരമായ ഒരു രാജ്യത്ത് പോയി താമസിച്ചു. കർത്താവിൻ്റെ വേല ചെയ്തു, വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു. തിരിച്ചു വന്നപ്പോൾ ഈ കുട്ടിക്ക് തിരിച്ചു പോകണം. പക്ഷെ വീട്ടിലെല്ലാവരും വിശ്വാസികളാണ്, പെന്തക്കോസ്തുകാരാ. പക്ഷെ എന്താ ചെയ്തെന്നറിയാമോ? വീട് പൂട്ടിയിട്ടിട്ട് പാസ്റ്റർമാരെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിപ്പിക്കുക, ഈ മിഷണറി ആയിട്ട് പോകുന്ന ആത്മാവിനെ ശാസിക്കാൻ വേണ്ടി. എന്ന് ആലോചിക്കും. പെന്തക്കോസ്ത് നടന്ന കാര്യമാണ്. എനിക്കറിയാവുന്ന സ്ഥലത്ത്
അപ്പോൾ അന്യാഗ്നി കത്തിയാൽ എവിടം വരെ കത്തും? കർത്താവിനെ തള്ളിപ്പറയുന്ന ഒരു സ്പിരിറ്റിലേക്ക് അത് നമ്മുടെ ഇടയിൽ എത്തിക്കഴിഞ്ഞു. കർത്താവിനെ പ്രാക്ടിക്കലി ലൈഫിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും തള്ളിക്കളയുന്ന, അവൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹങ്ങൾ മാത്രം വാങ്ങിക്കുന്ന, അവൻ്റെ ജീവന്റെ പങ്കാളിത്തമില്ലാത്ത നിർജീവ ക്രിസ്ത്യാനികൾ നമ്മുടെ ഇടയിൽ വർദ്ധിക്കുന്നു. മാത്രമല്ല ശുശ്രൂഷകരുടെ ഇടയിലും അത് വർദ്ധിച്ചു വരുന്നത് കൊണ്ട് അടുത്ത തലമുറയ്ക്ക് പോലും കർത്താവിനെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും ദുഃഖകരമായ കാര്യം. ഓക്കെ, അപ്പോൾ പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പ്. ഇനി അടുത്ത എന്താണ്? വിശ്വാസം എന്നതോ പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. അപ്പൊ നമുക്ക് ശരിക്കും ഒരു പ്രത്യാശ ഉണ്ടോ? എന്തുകൊണ്ടാണ് ഈ, അഥവാ പ്രത്യാശ ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? എങ്ങനെയാണ് ഈ പ്രത്യാശ പോയത്? 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപജീവന ചിന്തകളാണ്. മറ്റൊന്ന് നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ മോശം എസ്റ്റിമേറ്റ് ആണ്. ഭയങ്കര വിനയമുള്ള ഒത്തിരി ആൾക്കാർ പറയും ഞാനെങ്ങും പോകുമെന്ന് അറിയത്തില്ല ബ്രദർ. ഭയങ്കര വിനയമാണ് കേട്ടോ, പക്ഷെ അത് ശരിക്കും വിനയമല്ല, അത് അഹങ്കാരമാണ്. എന്തുകൊണ്ടാണെന്നറിയോ? അവർ പറയുന്നത് കുറച്ചുകൂടെ അധ്വാനിച്ചാൽ പോകാം, എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ട്, പക്ഷെ അത്ര ആയില്ല എന്നാ പറയുന്നത്. ഇനി നമുക്ക് ഈ പ്രത്യാശ എവിടെ നിന്നാണ് വരുന്നത് നമുക്ക് നോക്കാം. കൽപ്പന അനുസരിച്ച് പ്രത്യാശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല. കാരണം രാവിലെ ഞാൻ പിള്ളേരോട് പറഞ്ഞു, ഒരു കൽപ്പന പോലും അനുസരിക്കാനുള്ള കപ്പാസിറ്റി നമുക്കില്ല. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? പിളർന്നോരു പാറയേ. അടുത്ത സ്റ്റാൻസ് എങ്ങനെയാ? ഫസ്റ്റ് സ്റ്റാൻസ്, കൽപ്പന കാത്തിടുവാൻ ഒട്ടും പ്രാപ്തനല്ല ഞാൻ, വൈരാഗ്യം ഏറിയാലും, അതായത് ലോകത്തെ മുഴുവൻ വെറുത്ത് ഞാൻ ഉപേക്ഷിച്ചാലും, കണ്ണുനീർ ചൊരിഞ്ഞാലും വന്നിടാ പാപനാശം. ഇംഗ്ലീഷ് പറയുന്ന കുഡ് മൈ ടിയേഴ്സ് ഫോർ എവർ ഫ്ലോ. ഞാൻ മരിക്കുന്ന അവസാന മൊമെന്റ് വരെ എൻ്റെ കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നാലും പാപം തീരുകയില്ല. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന പാപം ചെയ്തു കരഞ്ഞു, പാപം ചെയ്തു കരഞ്ഞു, കരഞ്ഞപ്പോൾ കർത്താവ് ക്ഷമിച്ചു, പിന്നെയും പാപം ചെയ്തു, പിന്നെയും കരഞ്ഞപ്പോൾ പിന്നെയും ക്ഷമിച്ചു. ബൈബിളിൽ എവിടെയുള്ളത് മനുഷ്യന്റെ കണ്ണുനീരിന് പാപത്തെ കഴുകാൻ പറ്റുമെന്ന്? പറ്റില്ല. യേശുവിന്റെ രക്തത്തിനല്ലാതെ ലോകത്തിൽ ഒന്നിനും നമ്മുടെ പാപങ്ങളെ കഴുകാൻ പറ്റത്തില്ല. Our tears are not enough to cleanse our sins. അവിടെ പറയുന്ന കൽപ്പന കാത്തിടുവാൻ ഒട്ടും പ്രാപ്തനല്ല ഞാൻ, വൈരാഗ്യമേറിയാലും കണ്ണുനീർ ചൊരിഞ്ഞാലും വന്നിടാ പാപനാശം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നറിയോ? യേശു കർത്താവ് അവസാനത്തെ കൽപ്പനയായിട്ട് പറഞ്ഞ, ഇന്ന് രാവിലെ പിള്ളേരോട് പറഞ്ഞ കാര്യമാണ്. അവിടെ പറയുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ച് ശിഷ്യന്മാരാക്കിക്കൊള്ളുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു. അതെന്തൊക്കെയായിരുന്നത്? കർത്താവ് എന്തൊക്കെയാ പറഞ്ഞേ ശിഷ്യന്മാരോട്? അതൊക്കെ ഒന്ന് കൽപ്പിച്ച് നോക്കാം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പറഞ്ഞു നോക്കാം. ഞാൻ നിങ്ങളോട് പറയാം, അനുസരിക്കുക. നിങ്ങൾ എന്നോടും പറയണേ. നിങ്ങൾ സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് കർത്താവിനെ അനുഗമിക്കും. കർത്താവ് പറഞ്ഞ കാര്യമാണ്. റെഡി ഉള്ളവരൊന്ന് കൈവക്കി. അയ്യോ, നിങ്ങൾ കണ്ണ് നിങ്ങൾക്ക് ഇടച്ച് വരുന്നുണ്ടെങ്കിൽ ചൂടിനെടുത്ത് എറിഞ്ഞ് കളയുക. എന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിലെ മൂക്കടച്ച് വരച്ചാലും മതി, അത് ചെത്തിക്കളയുക. അടുത്ത വീട്ടിലൊരു സാരിയോ ഡ്രസ്സോ കാണുമ്പോൾ, ഓ കൊള്ളാമായിരുന്നു, അവിടെ കിട്ടുകൊണ്ട് നടക്കുന്നത് കണ്ടില്ലേ തോന്നിയാൽ മതി, ഇടർച്ചയായി. ഉടനെ എന്ത് ചെയ്യണം? ഒരു കത്തി എടുത്ത്, കാരണം കണ്ണുപൊട്ടനായി നിത്യതയിൽ പ്രവേശിക്കുന്നതാണ് ഈ കൊതിയും മോഹവും വെച്ചുകൊണ്ട് നരകത്തിൽ പോകുന്നതിനേക്കാളും. അനുസരിച്ചിട്ടുള്ളവർ, നിങ്ങൾ എവിടെയെങ്കിലും സുവിശേഷം പറയാൻ പോകുമ്പം പേഴ്സ് എടുക്കരുത്, ബെൽറ്റ് എടുക്കരുത്, ചെരുപ്പ് എടുക്കരുത്. ഞാനിതെല്ലാം ഇട്ടുണ്ടാവുന്നത്, ബെൽറ്റ് ഇട്ടിട്ടില്ല, ചെരുപ്പ് എടുക്കരുതെന്ന് പറഞ്ഞാൽ നടക്കുമോ? അഡീഷണൽ ഡ്രസ്സ് എല്ലാം എടുത്തോണ്ടാണ് വരുന്നത്. കാരണം നമുക്ക് അത്രേ പറ്റുന്നുള്ളൂ. ഞാൻ എന്നിട്ട് ഇവിടെ നിന്നുകൊണ്ട് പറയുക, കർത്താവിൻ്റെ കൽപ്പനകളെല്ലാം അനുസരിക്കാൻ. എവിടെ നടന്നു? ഈ നടന്ന് ഞാൻ ഇന്നേ വരെ ആൾക്കാർ അന്വേഷിച്ചു നടക്കുക യേശു ക്രിസ്തുവിൻ്റെ പറഞ്ഞ കൽപ്പനകളിൽ ഒരെണ്ണമെങ്കിലും അനുസരിച്ച് ഒരാളെ കാണാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ രാവിലെ പറഞ്ഞൊരു പഴയകാലത്തൊരു പാട്ട്, ഈ പഴയകാലത്തെ ആൾക്കാർക്ക് ഇതൊക്കെ അറിയാമായിരുന്നു. ഇപ്പം പാട്ട് കേട്ടില്ലേ? കൽപ്പന കാത്തിടുവാൻ ഒട്ടും പ്രാപ്തൻ അല്ല ഞാൻ. അതെന്തുകൊണ്ടാണെന്നറിയോ? നേരത്തെ ആദവും ഹവ്വയും ഒരു മനുഷ്യനീതി ഉണ്ടാക്കിയായിരുന്നു. ഈ മനുഷ്യനീതിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നീതിമാനും ബാക്കിയുള്ളവരെല്ലാം പോക്കുമായിരുന്നു, അല്ലേ? അപ്പം ഞാൻ നീതിമാനല്ല എന്ന് എനിക്ക് തോന്നണമെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ നീതിയെ പൊളിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്നെ കൊണ്ട് പറ്റാത്തൊരു നീതി എൻ്റെ മുമ്പിൽ കൊണ്ട് വെക്കണ്ടേ? ആണോ അല്ലയോ? ഞാൻ പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ എല്ലാ കൽപ്പനകളും അനുസരിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ചോദിക്കാമല്ലോ, തൻ്റെ സഹോദരനെ കർത്താവ് സ്നേഹിച്ച പോലെ നീ സ്നേഹിക്കണം. അവിടെ പൊളിഞ്ഞ എല്ലാവരും. അപ്പം എല്ലാവരും പൊട്ടി.
നമ്മളെല്ലാം പോകാം. അതാണ് ബൈബിൾ പറയുന്നത്. റോമാലേഖനം പറയുന്ന പ്രധാന തീം അതാണ്. ന്യായപ്രമാണത്തിൻ്റെ അനുസരണത്താൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. എന്ത് കൽപ്പന അനുസരിച്ചാലും നമ്മുടെ ഹൃദയം ആ കല്ല് പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു പ്രത്യാശ ഉണ്ടാകുന്നത്? ഇങ്ങനെ കല്ലുപോലൊരു ഹൃദയം, അനുസരണം കെട്ട നമുക്ക് സ്വർഗത്തിൽ പോകാമെന്നുള്ള വിശ്വാസം എങ്ങനെയാണ് വരുന്നത്? ഒരു കൽപ്പന പോലും അനുസരിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത നമ്മൾ എന്ത് ധൈര്യത്തിലാണ് സ്വർഗത്തിലെ പ്രത്യാശ മുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്? നമുക്കത് ഒന്ന് പരിശോധിച്ച് നോക്കാം. എന്താണ് പ്രത്യാശയുടെ ധൈര്യം അല്ലെങ്കിൽ ഉറപ്പ്? എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 6:18. അങ്ങനെ നമ്മുടെ മുൻപിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്താ വെച്ചത് ഇത്ര നേരം? പ്രത്യാശ പിടിക്കണം. ഇനി അത് പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം. ആരുടെ അടുത്തേക്കാ ശരണത്തിനായി ഓടി വരേണ്ടത്? എൻ്റെ അടുത്തേക്കല്ല, ഈ പ്രത്യാശ തരുന്ന കർത്താവിൻ്റെ അടുത്തേക്ക്. ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ബോഷ്ക്ക് പറയാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കാനായിട്ട് വരുന്നത്. അപ്പൊ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും നമ്മൾ എന്താ പ്രാപിക്കുന്നത്? ശക്തിയുള്ള പ്രബോധനം. ആ പ്രബോധനത്തിനകത്ത് എത്ര കാര്യങ്ങളുണ്ട്? 1, 2. ഈ കണ്ണട വെച്ചേക്കാം നിങ്ങൾ ഇടയ്ക്ക് ഓർക്കാൻ വേണ്ടി. എത്ര കാര്യങ്ങളുണ്ട്? അപ്പൊ കർത്താവ് തരുന്ന പ്രബോധനത്തിൽ 2 കാര്യങ്ങളുണ്ട്. ഈ 2 കാര്യങ്ങളുള്ള പ്രബോധനം കേൾക്കുമ്പോൾ അതിന്റെ മുമ്പുള്ള വാക്യത്തിൽ 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ആണ പോലെ തരുന്ന. ഇത് കർത്താവിൻ്റെ അടുത്തേക്ക് ആരെല്ലാം പ്രത്യാശയ്ക്കായി ഓടി വരുന്നോ അവർക്കെല്ലാം ആണ കൊണ്ട് ഉറപ്പ് കൊടുക്കുന്നതാണ് പറയുന്നത്, അല്ലേ? ആണല്ലോ. 2 കാര്യങ്ങൾ. അടുത്ത വാക്യം. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന് ഒരു നങ്കൂരം തന്നെ. അപ്പോൾ നങ്കൂരം എന്ന് പറഞ്ഞാൽ എന്തോ? നങ്കൂരത്തിന്റെ ചിത്രം വരയ്ക്കാൻ പറ്റത്തില്ല, പക്ഷേ നിങ്ങൾക്ക് വേണേൽ ചിന്തിക്കാം. ഒരു നീളമുള്ളൊരു കമ്പി, ഒരു മെറ്റൽ റോഡ്, ചെയിൻ പോലെ, അതിങ്ങനെ കറക്കാവുന്ന ടൈപ്പ് സാധനമാണ്. അതിനറ്റത്ത് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന 2 ത്രിശൂലം പോലെ. നടുക്കുള്ളതിൽ ആ കമ്പിയുടെ ഭാഗമാണ്. അതിനപ്പുറത്തും ഇപ്പുറത്തും ഓരോ, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അത് 2 ഹുക്കുകൾ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു ആത്മാവിന്റെ നങ്കൂരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എത്ര കാര്യങ്ങളുണ്ട് ഒരു നങ്കൂരത്തില്? എത്ര കാര്യങ്ങളുണ്ട്? അപ്പോൾ ഈ പ്രത്യാശ, ഈ 2 കാര്യങ്ങളുള്ളൊരു പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകുന്ന ഒരു നങ്കൂരം പോലെയാണ്. അത് നമ്മുടെ പ്രാണൻ എന്ന് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ആങ്കർ ഓഫ് അവർ സോൾ എന്നാണ്. ഓക്കെ, ഈ പ്രത്യാശ. ഓക്കെ, അടുത്ത വാക്യം. അത് നിശ്ചയവും സ്ഥിരവും തിരശീലക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അപ്പൊ ഈ നങ്കൂരത്തിന്റെ ഹുക്ക് എങ്ങോട്ടാ പോകുന്നത്? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകുന്ന നങ്കൂരം എങ്ങോട്ടാ പോകുന്നത്? അത് നിശ്ചയവും സ്ഥിരവും തിരശീലക്കകത്തേക്ക് പോകുന്നതാണ്. ആ നങ്കൂരത്തിൽ എത്ര കാര്യങ്ങളുണ്ട്? അത് മറക്കരുത്. എത്ര കാര്യങ്ങളുണ്ട്? അതെന്താന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല, പറയാൻ പോവാം. അടുത്ത വാക്യം. അവിടേക്ക് യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുൻകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. അപ്പൊ അവിടെ ആരുണ്ട്? ഈ പ്രത്യാശ ചെല്ലുന്ന നങ്കൂരം പിടിക്കാൻ അവിടെ ആരുണ്ട്? യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ പോരാ, മഹാപുരോഹിതനായ, നിത്യപുരോഹിതനായ യേശുക്രിസ്തു. അപ്പൊ ആണ എന്താന്ന് മനസ്സിലായോ? ദൈവത്തിന്റെ ആണ എന്താണ്? ഇവൻ ആണയോടുകൂടി പുരോഹിതനായവനാണ്, അല്ലെ? അപ്പൊ യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യമാണ് ആണ. 7-ാം അധ്യായം വായിക്കാൻ നമുക്ക് മനസ്സിലാവും. കർത്താവ് നമുക്ക് പ്രത്യാശയുടെ വാഗ്ദത്തമായി തന്നിരിക്കുന്നത് തൻ്റെ പുത്രന്റെ ആണയാണ്. അതെന്തുകൊണ്ടാണ് ഈ പുത്രന്റെ മഹാപൗരോഹിത്യത്തിൽ ആണ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, എബ്രായ ലേഖനത്തിന്റെ 13-14 6-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, തങ്ങളെക്കാൾ വലിയവനെ കൊണ്ടല്ലോ സത്യം ചെയ്യുന്നത്. അടുത്ത വാക്യം. അതിന് മുമ്പുള്ള വാക്യം വായിക്കാമോ? ഇപ്പൊ വായിച്ചതിനൊക്കെ മുമ്പുള്ള വാക്യം. ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാനില്ലാത്തത് കൊണ്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. അപ്പൊ ആണ ആരുടെ മേലെ ഇരിക്കുന്നേ? ദൈവത്തിന്റെ മേൽ തന്നെ. അതുകൊണ്ടാണ് നമ്മുടെ രക്ഷയുടെ ആണ നമ്മുടെ മേലല്ല, നമ്മളെ രക്ഷിക്കുന്ന പുത്രന്റെ മേലാണ്. കാരണം പുത്രൻ ആരാണ്? ദൈവം തന്നെയാണ്, അല്ലേ? അപ്പം അവന്റെ മഹാപൗരോഹിത്യത്തിന്മേലാണ് ദൈവം ആണയിട്ടിരിക്കുന്നത്.
ഇനി നമുക്ക് ഈ രണ്ട് സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യാശ ഉണ്ടാവും. ഓക്കെ, ഉണ്ടാവും, ഉറപ്പാണ്. അത് കഴിയുമ്പോൾ ഒരു പ്രത്യാശഗാനം പാടി നമുക്ക് പോവാം. ഓക്കെ, പക്ഷെ അപ്പോഴും ഉയരത്തിലേക്ക് നോക്കി ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പിന്നെ ഒരു 5-10 മിനിറ്റ് എടുക്കേണ്ടി വരും. എന്തായാലും എല്ലാം കൂടെ 8:45 നിർത്താമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, ഒരു പുരോഹിതൻ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു മഹാപുരോഹിതൻ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അവൻ നമുക്ക് വേണ്ടി യാഗം കഴിക്കുന്നു. മറ്റൊന്ന്, മനുഷ്യർക്കും ദൈവത്തിനുമിടയിൽ ഇടുവിൽ നിൽക്കുന്നു, മധ്യസ്ഥത അണയ്ക്കുന്നു. അല്ലേ? അപ്പൊ ഈ കർത്താവ് ചെയ്ത രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, നമുക്ക് വേണ്ടി ഒരു യാഗം കഴിച്ചു. അത് 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 7-ാം അധ്യായത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ? അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥത കഴിച്ചുകൊണ്ടിരിക്കുന്ന, എന്നേക്കും ജീവിക്കുന്ന ഒരു മഹാപുരോഹിതനാണ്. അപ്പൊ രണ്ട് ഹുക്ക് എന്താണെന്ന് മനസ്സിലായോ? എന്തൊക്കെയാണ്? ഒന്ന്, കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു. മറ്റൊന്ന്, അവൻ എനിക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുന്നു. അത്രയും പറഞ്ഞാൽ പോരാ, അത് കുറച്ചും കൂടെ പറയാനുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. യേശുക്രിസ്തുവിന്റെ മരണം എങ്ങനെയാണ് നമ്മുടെ പാപങ്ങൾക്ക് പകരമാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എബ്രായ ലേഖനത്തിൻ്റെ തന്നെ 13-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്നു. മഹാപുരോഹിതൻ, നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് ഈ എബ്രായ ലേഖനം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര ആനന്ദമാണ്. പക്ഷെ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഇത്തിരി ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ പ്രസംഗം കേൾക്കാമെന്നുള്ള രീതിയിൽ ഇരിക്കുന്നതിന് പകരം ഇതൊന്ന് പഠിക്കാമെന്നുള്ള രീതിയിൽ ഇരുന്നാൽ ഇപ്പോൾ ഇത് പിടികിട്ടും. ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നോട്ട് കുറിച്ച് ഈ നോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നോക്കാൻ പോകുന്നില്ല. ഇഷ്ടംപോലെ പ്രസംഗത്തിൻ്റെ നോട്ട് നിങ്ങളുടെ വീട്ടിൽ കാണാം, ഒന്നും മറിച്ച് നോക്കത്ത് പോലില്ല. അത് അവസാനം കടലേക്ക് വിൽക്കാൻ മാത്രമേ പറ്റാറുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട രീതിയിൽ ഇതൊന്ന് നോക്കിക്കേ. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു. അപ്പം സത്യത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ തന്നെ കാണിക്കാം. ഇതാണ് പാളയമെന്ന് വെച്ചോ. ഓക്കെ, എന്താ പറയുന്നത്, വിശുദ്ധ മന്ദിരത്തിലേക്ക് എന്ന് വിചാരിച്ചോ. അപ്പം രക്തം അങ്ങോട്ട് കൊണ്ടുപോയി, മൃഗത്തിൻ്റെ ഉടൽ എവിടെയാ? പാളയത്തിന് പുറത്ത്, വെളിയിലാണ് അല്ലേ? അപ്പൊ രക്തം അകത്തും ഉടൽ വെളിയിലും അല്ലേ? അടുത്ത വാക്യം. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന്, പാളയത്തിന് പുറത്ത് വെച്ച്, അപ്പൊ കർത്താവിന്റെ ശരീരം എവിടെ വെച്ചാൽ തകർക്കപ്പെടുന്നേ? പാളയത്തിന് പുറത്ത്. അപ്പൊ രക്തം എവിടെയാ? നമ്മളിപ്പോഴും പറയില്ലേ കാൽവരി ക്രൂസിൽ ചൊരിഞ്ഞ രക്തമെന്ന്. ശരിക്കും ചൊരിഞ്ഞത് അവിടെയാണെങ്കിലും അർപ്പിച്ചത് അവിടെ അല്ല. എവിടെയാണ് കർത്താവ് രക്തം അർപ്പിച്ചത്? നമുക്കൊന്ന് പുറകോട്ട് വരണം. 9-ാം അധ്യായത്തിലേക്ക് വന്നേ. 9-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം ഞാൻ വായിക്കാം. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി, എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി, വലിപ്പവും തികവുമുള്ള ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുകിടാങ്ങളുടെ രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി പ്രവേശിച്ച് എന്നേക്കുമായുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഈ യേശുവിന്റെ രക്തം അർപ്പിച്ചത് എവിടെയാ? തിരശ്ശീലയ്ക്ക് അപ്പുറത്താണോ ഇപ്പുറത്താണോ? ഈ സൃഷ്ടിയിൽ ഉൾപ്പെടുന്നതല്ല, വലിപ്പവും തികവും ഉള്ളതാണ്. വീഴ്ച പറ്റിയ ഈ സൃഷ്ടിക്കകത്തുള്ളൊരു കൂടാരമല്ല, നിത്യമായൊരു കൂടാരത്തിൽ, ആ നിത്യമായ കൂടാരത്തിനകത്ത് കർത്താവ് എന്ത് ചെയ്തു? അവന്റെ രക്തം അർപ്പിച്ചു അല്ലേ? അപ്പൊ ശരീരം എവിടെ ചുട്ടുകളയപ്പെട്ടു? ശരീരം എവിടെ പീഡനം അനുഭവിച്ചു? പാളയത്തിന് പുറത്ത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നിത്യതയിലാണ് യേശു രക്തം ചൊരിഞ്ഞതെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സമയത്തും ആ രക്തം ഫ്രഷ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ലേ? എത്രവർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? അത് അർപ്പിച്ച് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അതെപ്പോഴും അർപ്പിക്കപ്പെട്ടതായി നമ്മൾ കാണുന്നു ആ രക്തം. കാരണം എന്താ? ആ യാഗം നിത്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ നിത്യയാഗത്താൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താ പ്രത്യേകത എന്നറിയാമോ? ഒരിക്കൽ കഴിച്ച ശരീരയാഗത്താൽ ഏതു സമയത്തും നമുക്ക് കൃപാസനത്തിലേക്ക് പ്രവേശിക്കാനുള്ള ധൈര്യം കർത്താവ് തന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് 10-ാം അധ്യായത്തിൽ എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്, 10-19 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതീക്ഷിച്ച ജീവനുള്ള പൊതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിലൊരു മഹാപുരോഹിതന് നമുക്കുള്ളത് കൊണ്ട്, ഇപ്പോഴും അതവിടെ ഉള്ളത് കൊണ്ട്, ഹാബേൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തം ഇപ്പോഴും അർപ്പിക്കപ്പെട്ട രീതിയിൽ അവിടെ ഉള്ളത് കൊണ്ട് ഏത് സമയത്തും നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ മതി. അതുകൊണ്ട് ഇവിടെ പറയാണ്, ദുർമനസാക്ഷി വിട്ട് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരായി നിങ്ങൾ നിങ്ങളുടെ പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. കാരണം ഒരിക്കലും നിങ്ങൾ അകന്നു പോകുന്നില്ല. ഏത് സമയത്തും തിരിച്ചു ചെന്നാലും അവിടെ പ്രവേശിക്കാൻ ആ രക്തവും ആ മഹാപുരോഹിതനോട് നമുക്കായിട്ടുണ്ട്. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറയുന്നത്? മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഈ രക്തം നമുക്കായി ഗുണകരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. 10-ന്റെ 14 പറയുന്നത്, ഏകയാഗത്താൽ
അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് വേണ്ടി സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഞാനൊരു ഓർത്തഡോക്സുകാരനായിരുന്നു. ഓർത്തഡോക്സ് അച്ഛന്മാരെ കുർബാന ചൊല്ലും ആഴ്ചയിൽ. വർഷത്തിലൊരിക്കലും ഞങ്ങൾ കുമ്പസാരം നടത്തിയും നടത്താതെയൊക്കെ അവർ നുറുക്കി തരുന്ന അപ്പം കഴിക്കും. ഓരോ പ്രാവശ്യം അപ്പം കഴിക്കുമ്പോഴും നമ്മുടെ വിചാരം ഇതുവരെയുള്ള പാപങ്ങളെല്ലാം തീർന്നെന്നാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, പാപം പോയി എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി വീട്ടിൽ പോയത് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അന്ന് കുഞ്ഞു പിള്ളേർ, ചെറിയ പിള്ളേർക്ക് എന്താ കുമ്പസാരിക്കാതെ തന്നെ അച്ഛൻ ഇങ്ങനെ കൊടുത്തു വിടുമായിരുന്നു. തലയിൽ കവിച്ചൊന്ന് കുലുക്കിയിട്ട് കൊടുത്തു വിടും. അപ്പോൾ എല്ലാ വർഷവും ഈ കർത്തൃമേ ഈ അപ്പം നുറുക്കി എടുത്ത് പാവമായിട്ട് പറഞ്ഞ് കുമ്പസാരിച്ച് ഞാൻ മരിക്കാൻ പോവാണ്. 99.25 വയസ്സായി. 100 ആകുമ്പോഴേക്കും ഞാൻ തീരും. അപ്പോൾ മരിക്കാറായെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ അവസാനത്തെ കുർബാന തരാൻ വേണ്ടി വന്നു. ഒടുക്കത്തെ ഒപ്രൂഷ്മ എന്ന് പറയും, കേട്ടിട്ടുണ്ടോ അത്? ലാസ്റ്റ് കുർബാന. അപ്പോൾ കണ്ണുകൊണ്ട് ചെയ്ത പാപം, മൂക്കുകൊണ്ട് ചെയ്ത പാപം, വായ കൊണ്ട് ചെയ്ത പാപം, ചെവി കൊണ്ട് ചെയ്ത പാപം എല്ലാം അച്ഛൻ ബന്ധിക്കും. മൂക്കുകൊണ്ട് എന്ത് പാപം? ഞാൻ അടുത്ത വീട്ടിൽ മത്തി വറുക്കുമ്പോൾ ഉണ്ടാകുന്ന മണം ചിലപ്പോൾ നമ്മളെ പാപം ചെയ്യിപ്പിച്ചിട്ടുണ്ടാവാം. എല്ലാത്തിനെയും അച്ഛൻ ബന്ധിക്കും. അപ്പോൾ എല്ലാ പാപവും തീർന്നു, കുർബാനയും കഴിച്ചു, നമ്മൾ ക്ലീനായി. പക്ഷെ ഒരു പാപം മാത്രം അവശേഷിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കാരണവരാണല്ലോ. ഈ അച്ഛൻ പോകുന്ന വഴിക്ക് എത്ര രൂപ മേടിച്ചുകൊണ്ട് പോയിന്നൊരു ടെൻഷൻ എൻ്റെ ഉള്ളിലുണ്ട്. കാരണം അച്ഛൻ ഇത്തിരി കാശുകൂതിയനാണോ എന്ന് എനിക്കൊരു സംശയമുള്ളതുകൊണ്ട് ഈ പിള്ളേർ എത്ര രൂപ കൊടുത്തുള്ള ആങ്സ്, ആ പാപം മാത്രം കിടപ്പുണ്ട്. ബാക്കി എല്ലാം ക്ലീനായി. ഞാൻ മരിച്ചാൽ എങ്ങോട്ട് പോകും? നരകത്തിൽ പോകും. കാരണം പാപം കിടക്കുവാണല്ലോ, ഒരെണ്ണം പോയിട്ടില്ല. എന്തൊരു കഥയല്ലേ. 9ാം ദിവസം അച്ഛൻ വന്ന് ഒരു കുർബാന കൂടെ നടത്തും. അപ്പോൾ ആ പാപം പോയി കാണുമല്ലോ. പോയി കാണില്ലേ? പോയി കാണുമോ? കാണുമായിരിക്കും. പക്ഷേ അച്ഛൻ 40 ദിവസം പിന്നെയും വരും. പോയെങ്കിൽ പിന്നെ എന്തിനാണ് വരുന്നത്? അറിയാൻ മേല. വർഷാവസാനം പിന്നെയും വരും. ഇങ്ങനെ 2000 വർഷമായിട്ടും ചിലർക്ക് വേണ്ടിയുള്ള കുർബാനകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഇവൻ സ്വർഗത്തിൽ പോയോന്നോ നിർത്താമോന്നോ യാതൊരുവിധ ഗ്യാരണ്ടിയും ഈ ആവർത്തിക്കപ്പെടുന്ന യാഗങ്ങൾക്കില്ല. എന്നാൽ പിന്നെ ഈ മരിച്ചു കഴിഞ്ഞൊരു കുർബാനയുടെ കഴിച്ചാൽ തീരേണ്ടതല്ലേ? തീരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോയിന്നൊരു വാഗ്ദത്തം തരാൻ ആണയില്ല അവിടെ. അത് 7-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ആണയോടുകൂടി പുരോഹിതനല്ലാത്തവരെല്ലാം മരിച്ചു പോകുമ്പോൾ വേറൊരു പുരോഹിതൻ വരും. അത് അപൂർണമായ യാഗങ്ങൾ മാത്രമേ അവർ കഴിക്കാൻ പറ്റുള്ളൂ. എന്നാൽ യേശുക്രിസ്തു അങ്ങനെയല്ല, ഒരിക്കലായി എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്നേക്കും ആശ്രയിക്കാൻ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇനി പൂജ വേണ്ട, കർമ്മങ്ങൾ വേണ്ട, ഇടനിലക്കാർ വേണ്ട, ഏത് സമയത്തും കൃപാസനത്തിലേക്ക് പ്രവേശിക്കുക. അതുകൊണ്ട് മതവും വേണ്ട. കർത്താവ് എല്ലാവരുടെ സ്വന്തമായി. ഇപ്പം മതത്തിൻ്റെ നട്ടൽ ഒടിച്ചു കളഞ്ഞു. കാരണം കർത്താവ് എനിക്ക് പ്രസന്റ് ആണെങ്കിൽ ഞാൻ കൂട്ടായ്മയ്ക്ക് കൂടിയാൽ പോരെ. എനിക്കൊരു മതത്തിനോ പാപമോചനത്തിനോ ഞാൻ വേറെ എങ്ങും പോകേണ്ട കാര്യമില്ല. കാരണം കർത്താവ് എനിക്ക് എൻ്റെ കൂടെ എൻ്റെ ജീവിതത്തിലുണ്ട്. അതെൻ്റെ ഉറപ്പാണ്. ഇതാണ് ഒരു ഹുക്ക്. ആദ്യത്തെ ഹുക്കിൽ പിടികിട്ടിയോ? ഇനി 2ാമത്തെ ഹുക്ക്. നിങ്ങളുടെ പാസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലാണോ കർത്താവ് പെട്ടെന്ന് കേൾക്കുന്നത്? നിങ്ങൾ പ്രാർത്ഥിച്ചാലാണ്. ചിലർ പ്രാർത്ഥിക്കുമ്പം ചിലർക്ക് പ്രാർത്ഥനാവരമുണ്ട്. അവർ പ്രാർത്ഥിച്ചാൽ കേൾക്കും എന്നൊക്കെ പറയുന്ന കേട്ടില്ലേ? വെറും കള്ളത്തരം. അങ്ങനെയൊന്നും ബൈബിളിലില്ല. പ്രാർത്ഥനാ വരം എന്ന് പറഞ്ഞൊരു സാധനവും ഇല്ല. സ്പെഷ്യലി റെക്കമെൻഡ് ചെയ്യാൻ കൊള്ളാവുന്ന മനുഷ്യരും ഇല്ല. യേശു ക്രിസ്തു ഏക മധ്യസ്ഥനല്ലാതെ വേറൊരു മധ്യസ്ഥനെയും ദൈവം അംഗീകരിക്കത്തില്ല. അത് നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഞങ്ങൾ പ്രാർത്ഥിച്ചാലും ഒരുപോലെയാണ്. പൗലോസ് എന്താ പറഞ്ഞത്? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ അപേക്ഷിക്കുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവിൻ. അവിടെ ആരായി അഭിഷിക്തൻ? ആരാ റെവറന്റ്? ആരുമില്ല. ഞങ്ങൾക്കെല്ലാം ഓരോ ശുശ്രൂഷകൾ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ മുമ്പിൽ നിൽക്കുന്നത്. ദൈവത്തിന് മുമ്പിൽ ഞങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. ഈ അഭിഷിക്തൻ എന്നുള്ള പ്രയോഗം തന്നെ വലിയ പ്രശ്നമാണ്. അഭിഷിക്തൻ എന്നുള്ള വാക്കിന്റെ എബ്രായ പദം മെസിഹ എന്നും അഭിഷിക്തൻ എന്നുള്ള വാക്കിന്റെ ഗ്രീക്ക് പദം ക്രിസ്റ്റോസ് എന്നുമാണ്. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകൾ അഭിഷേകത്തിന്റെ ഫലമല്ല. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകൾ കൃപാവരത്തിന്റെ ഫലമാണ്. ചിലർക്ക് പ്രവാചകന്മാരായും ചിലർക്ക് ഉപദേഷ്ടാക്കന്മാരായും ചിലർക്ക് ഇടയന്മാരായും അവൻ കൃപകളെ, ദാനങ്ങളെ നൽകിയിരിക്കുന്നു. അഭിഷേകം എല്ലാവർക്കും ഉണ്ട്. നമ്മളെല്ലാവരും അവൻ്റെ ആത്മാവുള്ളവരും അഭിഷേകമുള്ളവരുമാണ്. അത് ക്രിസ്തുവിന്റെ തലയിൽ വീണ അഭിഷേകമാണ്. അവന്റെ അഭിഷേകം നമ്മളിരിക്കുന്നു. ഹി ഈസ് ദ അഭിഷിക്തൻ and we are part of his body and we are all anointed because of that anointing. Because of Christos we are anointed. പക്ഷേ നമ്മളെല്ലാം കൃപാവരങ്ങളുള്ളവരാണ്. സഭയുടെ ലീഡർഷിപ്പിൽ ഇരിക്കുന്നവർക്കുള്ളത് കൃപാവരമാണ്. അതാണ് പുതിയ നിയമത്തിന്റെ പ്രത്യേകത. We are all anointed by the same spirit into the same body. വിശ്വാസമാണോ? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് വന്നത്. പിന്നെ മനസ്സിലായി ചില ആൾക്കാർക്ക് പ്രത്യേക അനോയിന്റിങ് എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യം. ആദ്യമൊക്കെ ഇടനിലക്കാരില്ല, മധ്യസ്ഥന്മാരില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെയൊക്കെ പിടിച്ചതിനകത്താക്കിയത്. ഇപ്പോൾ എവിടെ നോക്കിയാലും ഇടനിലക്കാരാണ്. പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തു എന്ന ഏക മധ്യസ്ഥനല്ലാതെ ആകാശത്തിന് കീഴിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേറെ ആരുമില്ല.
സന്തോഷമായോ? അപ്പം ഇതാണോ? അപ്പം ഇനി ഈ ചോദ്യം അവിടെ കിടക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുന്ന പല ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല. എന്തോരോ പ്രാർത്ഥിക്കുന്നത്, കർത്താവ് മൈൻഡ് ചെയ്യുന്നേ ഇല്ല എന്ന് തോന്നുമോ ചില സമയത്ത്? കഴിഞ്ഞ ദിവസം ഒരു ചർച്ചിൽ പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമ്പം എൻ്റെ മുമ്പിൽ ഒരു പാസ്റ്റർ പ്രസംഗിച്ചു 15 മിനിറ്റ്. പുള്ളിയുടെ ചർച്ച അത് കേട്ടോ. പുള്ളി പറഞ്ഞെന്നറിയാം, നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോവും. പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. ആ പ്രസംഗം കേട്ട് നിങ്ങളൊക്കെ ആത്മാവിലാവുന്നുണ്ടായിരിക്കാം. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഇതാണ്, കർത്താവ് നമുക്ക് പല വാഗ്ദത്തങ്ങളും തന്നിട്ടുണ്ട്, ഒന്നും നടക്കുന്ന കാണുന്നില്ല. അതുകൊണ്ട് കർത്താവിന് നമുക്ക് 2 മാസം കൂടെ അവധി കൊടുക്കാം. ഒരു തല മന്ദിച്ചു പോയി. എൻ്റെ കർത്താവ്, ഇവര് കൊത്തി കൊത്തി മുളത്തിൽ കയറി എന്ന് പറയുന്ന പോലെ ഇത് കർത്താവിൻ്റെ പരമാധികാരത്തെയും ഗ്ലോറിയെയും വെച്ചാണ് ഇപ്പോൾ ആൾക്കാർ കളിക്കുന്നത്. അപ്പോൾ ആര് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും? ഇതാണ് രണ്ടാമത്തെ ഹുക്കിലോട്ട് വരുവാണ്. ഒറ്റ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം. യേശു ക്രിസ്തു നിങ്ങളുടെ ഒരു വിഷയമായിട്ട് പിതാവിൻ്റെ അടുത്ത് ചെന്നിട്ട്, പിതാവേ ചേസിന് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട്, ശരിയാക്കി കൊടുക്കണേന്ന് പറഞ്ഞാൽ പിതാവ് കൊടുക്കുമോ ഇല്ലയോ? ഇത് നിങ്ങൾക്ക് ഒന്നിനും ഉറപ്പില്ലാത്തതാണോ? എന്താ നിങ്ങൾ മിണ്ടാത്തത്? കൊടുക്കുമല്ലോ. കാരണം എന്താ? കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ എന്തപേക്ഷിച്ചാലും എൻ്റെ പിതാവ് എനിക്ക് തരും. അതൊരു ഭയങ്കര വാഗ്ദത്തം അത്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, നമുക്ക് എല്ലാം യേശുവിനോട് ചോദിക്കാൻ പറ്റില്ല. ഇപ്പം ഉദാഹരണത്തിന് നിങ്ങളുടെ പാസ്റ്റർ എറണാകുളത്ത് പോകുമ്പം പഴയ സിനിമയുടെ CD വല്ലതും ഉണ്ടെങ്കിൽ മേടിച്ചുകൊണ്ട് വരാൻ പറയാൻ പറ്റുമോ? പറ്റിയല്ല. കാരണം അത് പാസ്റ്ററോട് എന്താ ചോദിക്കേണ്ടത് നമുക്കറിയാം, അത് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. വല്ല സിയോൻ ഗീതാവലിയോ വല്ല ബൈബിളൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ കുഴപ്പമില്ല. ശരിയാണോ? അപ്പം മനുഷ്യരായ നമുക്ക് നമ്മുടെ പാസ്റ്റർമാരോട് എന്ത് ചോദിക്കണമെന്ന് അറിയാമെങ്കിൽ, ഈ ലോകത്ത് വന്ന് ഈ ലോകം എൻ്റെ അല്ല, എൻ്റെ രാജ്യം ഐഹികമല്ല, നിങ്ങളുടെ ഉയരത്തിലുള്ള ദൈവത്തിൻ്റെ രാജ്യം നിങ്ങൾക്ക് തരാൻ പ്രസാദിച്ചൊരു പിതാവുണ്ട്, നിങ്ങൾ അവനെ പിതാവെന്ന് വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് പോയ കർത്താവിനോട് നമ്മൾ എന്തൊക്കെയാണോ ചോദിക്കുന്നത്. നമ്മൾ എന്തൊക്കെയോ ചോദിച്ചിട്ട് അവസാനം ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഒരു കള്ളയൊപ്പിട്ട് പിതാവിൻ്റെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. കർത്താവ് അറിഞ്ഞിട്ട് പോലും ഇല്ല. കർത്താവ് പറയും, ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ നിങ്ങൾ ആരാന്ന് പോലും അറിയുന്നില്ല. കാരണം എല്ലാം കള്ളയൊപ്പാ. നമ്മളെ പേര് അവസാനം ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് കർത്താവിൻ്റെ അംഗീകാരം ഉണ്ടോ? ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, കർത്താവ് നമുക്ക് വേണ്ടി അപേക്ഷിച്ചാൽ പിതാവ് കേൾക്കാതെ ഇരിക്കുകയില്ല. ഇനി 7:25 വായിച്ചു നോക്കിയാൽ, എബ്രായ ലേഖനം 7:25. അതുകൊണ്ട് താൻ മൂലം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അപ്പൊ ഇപ്പൊ കർത്താവ് പിതാവിൻ്റെ അടുത്ത് എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽപ്പുണ്ട്. വിശ്വാസമുണ്ടോ? കാണുന്നുണ്ടോ? ഇത് വല്ലതും കാണുന്നുണ്ടോ? കർത്താവ് പറയാ, ചേസിനെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടുത്തരുത്. അല്ല, എന്താ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ വിശുദ്ധി ഞാൻ അവന് കൊടുത്തിരിക്കുന്നു. 17-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിയാൽ യോഹന്നാന്റെ സുവിശേഷം, അവിടെ എന്തൊക്കെയാണ് ഈ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ അവനെ നോക്കണം, എൻ്റെ വിശുദ്ധി ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വവും ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു, അവരും ഞങ്ങളും നമ്മളും എല്ലാം ഒന്നാകേണ്ടതിന് ഇത് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ഈ അപേക്ഷ കർത്താവ് കേൾക്കോ ഇല്ലയോ? ഇച്ചിരി പ്രത്യാശ തോന്നുന്നുണ്ടോ? കുറച്ച് ഒരു പ്രത്യാശഗാനം പാടാറായോ? ഇല്ല, അത്ര ആയില്ലെന്ന് തോന്നുന്നു. ഒന്നും കൂടെ നമുക്ക് കടത്തി ചിന്തിക്കാം. ശരിക്കും കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാം പാസ്റ്റർ? കാരണം എത്രയോ പേരിവിടെ മരിച്ചു പോകുന്നു, എത്രയോ പേര് സുവിശേഷം കേൾക്കുന്നില്ല. അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് സ്പെസിഫിക്കലി എന്നെങ്ങനെ എനിക്കറിയാം? നിങ്ങളെ ഈ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സാധാരണ കയ്യിൽ നമ്മുടെ ഒരു പ്രാർത്ഥന ലിസ്റ്റ് ഉണ്ടല്ലോ, ഇല്ലേ? അതുപോലെ കർത്താവിൻ്റെ കയ്യിൽ പിതാവിൻ്റെ അടുത്ത് കൊടുക്കാൻ ഒരു പ്രാർത്ഥന ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ലിസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം. അത് കാണിക്കുമ്പോൾ അതിനകത്ത് നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കോ? ആരും മിണ്ടുന്നില്ല. വിശ്വസിക്കോ? നമുക്ക് ലിസ്റ്റ് ഒന്ന് നോക്കാം. കർത്താവ് ആർക്കൊക്കെ വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം, മഹാപുരോഹിത പ്രാർത്ഥന 9-ാം വാക്യം വായിക്കാം. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടി അല്ല. അത് കിടക്കുന്നു. അപ്പൊ ലോകത്തിന് മുഴുവൻ വേണ്ടി അല്ല, പിന്നെ ആർക്ക് വേണ്ടിയാ? അവർക്ക് വേണ്ടി. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവരായതുകൊണ്ട് അവർക്ക് വേണ്ടി അത്ര അപേക്ഷിക്കുന്നു. അപ്പൊ അതിനകത്ത് നിങ്ങളുടെ പേര് കണ്ടോ? ഇല്ല, കണ്ടില്ലല്ലേ? നോക്കിയേ, ഇല്ല. ഇനി 20-ാം വാക്യം വായിച്ച്. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനകത്തുണ്ടോ? അതിനകത്തുണ്ടെങ്കിൽ ധൈര്യമായിട്ടൊന്ന് സ്തോത്രം പറഞ്ഞേ. ഉണ്ടോ? നിങ്ങളിതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അപ്പം നിങ്ങൾക്ക് വേണ്ടി ഓൾറെഡി കർത്താവ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്താ പ്രാർത്ഥിച്ചേക്കുന്നത്? ഇവർ നശിച്ചു പോകാതെ സ്വർഗത്തിൽ കാണണമെന്നാണ്. അപ്പം പിതാവ് അത് കേട്ട് കാണുമോ? അപ്പം സ്വർഗത്തിൽ പോവോ?
ഒരു പാട്ട് പാടാനുള്ളതായോ? ഒരു പ്രത്യാശാഗാനം കർത്താവെ വേഗം വരണേ എന്ന് പാടാനുള്ളതായോ? ആയി കാണുകയില്ല. നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോവാം. ഈ പ്രത്യാശയുടെ ഉറപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിശ്വാസത്തിന്റെ പകുതി എന്ന് പറയുന്നത്. വിശ്വാസം എന്നതോ? അപ്പൊ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഉറപ്പ് കിട്ടിയാൽ നമുക്ക് ഭയങ്കര ധൈര്യമാണ്. കാരണം ഈ നീതി ഈ ഉറപ്പോടു കൂടിയേ വരുള്ളൂ. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോശ എന്നോട് പറയാന്ന് വിചാരിച്ചോ, എടാ ചെയ്സേ, ശരിക്കും പറഞ്ഞാൽ പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണെന്നൊക്കെ ഞാൻ പറയാൻ കാരണം ദുഷ്ടന്മാരായതുകൊണ്ടാണ്. വേണമെങ്കിൽ ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് ഉപേക്ഷിച്ചോളാൻ പറഞ്ഞു. അവന്മാരുടെ കയ്യിലിരിപ്പ് ശരിയല്ല, അവന്മാർ മഹാദുഷ്ടന്മാരായതുകൊണ്ടാണ്. നിന്റെ റൂൾ അതല്ല. പിന്നെ ഒരു കരണം തരിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കണം. അപ്പം ഞാൻ ചോദിക്കും, എൻ്റെ മോശേ, എന്നെ അടിക്കാൻ വരുന്നവൻ, എനിക്ക് തടിയുണ്ടെന്നുള്ളൂ, വലിയ ആരോഗ്യമൊന്നുമില്ല, എന്നെ അടിക്കാൻ വരുന്നവൻ ജിമ്മ്. ഒറ്റ അടിക്കാൻ എൻ്റെ ബ്രെയിനിൽ നിന്നാണ് മൂക്കിലൂടെയും വായിലൂടെ എല്ലാം ബ്ലഡ് വരുന്നത്. അടുത്ത അടിക്ക് ഞാൻ തട്ടിപ്പോയാൽ എന്ത് കിട്ടും? അപ്പോൾ മോശം ചോദിക്കും, നീ ആവർത്തന പുസ്തകം 28 വായിച്ചിട്ടില്ലേ മോനെ? എന്തോ നിന്റെ ദേശത്ത് നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ എൻ്റെ മോശം, ഞാൻ മരിച്ചു പോയിട്ട് എൻ്റെ ദേശത്ത് അനുഗ്രഹിച്ച് എൻ്റെ ആടുമാടുകൾ അനുഗ്രഹിച്ചിട്ട് എനിക്കെന്ത് കാര്യം? ദീർഘായുസ് കൊണ്ട് എന്നെ തൃപ്തിപ്പെടും. ഞാൻ അടി കൊണ്ട് ഞാൻ ചാവാൻ കിടക്കണം, ദീർഘായുസ്. മോശം, അതൊന്നും എനിക്ക് പറ്റത്തില്ല. ആ ദീർഘായുസ് എനിക്ക് വേണമെങ്കിൽ, എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, എനിക്ക് എൻ്റെ ആടുമാടുകൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അത് കാണാൻ എനിക്ക് കണ്ണുങ്ങളെ വേണ്ടേ, ആയുസ് വേണ്ടേ? അപ്പോൾ ഒരു കാരണത്തടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആരോഗ്യം ഉണ്ടെങ്കിൽ പൊട്ടിച്ചിട്ട് ഓടണം, അല്ലെങ്കിൽ പൊട്ടിക്കാതെ ഓടണം ആരോഗ്യം കുറവാണെങ്കിൽ. കാരണം ആയുസ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഈ അനുഗ്രഹം അനുഭവിക്കാൻ പറ്റുള്ളൂ. അമേരിക്കയിലുള്ള വിസ തന്ന ആരോഗ്യം ആള് വേണ്ടേ? അതിൻ്റെ ഒരുത്തൻ കരണം തരിച്ചപ്പോൾ മറ്റേ കരണം കാണിച്ചു വിടും, ആള് തട്ടിപ്പോയാൽ എങ്ങനെ അമേരിക്കയിൽ പോകും? അപ്പൊ കർത്താവ് എന്നോട് വന്നിട്ട് പറഞ്ഞു, കർത്താവ് പറയാം, ചെയ്സേ, ഒരു കരണം തരിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞു, കർത്താവെ, അങ്ങനെങ്ങാനും ഞാൻ ചത്തുപോയാൽ നീ എൻ്റെ കൂടെ പറുദീസയിലിരിക്കും. ഓക്കെ, ഞാൻ നിന്റെ അടുത്ത് ഇരിക്കുമല്ലേ? ശരി, എന്നാൽ മരിച്ചാലും സാരമില്ല. ഫെയ്ത്ത് വരുന്ന എവിടുന്ന്? നമ്മുടെ യേശുവിൻ്റെ ക്രൂശിലെ കൂടെ കിടന്ന ഒരു കള്ളൻ, വലതുവശമാണ് ഇടതുവശമാണെന്ന് അറിയില്ല, യാക്കോബക്കാർ പറയുന്ന വലതുവശമാണ്, നമുക്കറിയത്തില്ല, നമ്മൾ കണ്ടില്ല. പക്ഷേ ഈ കള്ളൻ ഒരു നിമിഷം കൊണ്ട് സ്വർഗത്തിൽ പോയി. എങ്ങനെയാണെന്ന് അറിയോ? ഭയങ്കര നീതിമാനായിട്ടാണ് പോയത്. അവൻ അവിടെ കിടന്ന്, ഞാനായിരുന്നു അവൻ്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ വിടുതലിൻ്റെ ഒരു പ്രാർത്ഥന പറഞ്ഞു, കർത്താവേ, എൻ്റെ വിഷയം എന്താ? ഇപ്പോൾ വിഷയം ശ്വാസം വിടാൻ പറ്റുന്നില്ല, അതാണ് വിഷയം, ഏറ്റവും ഭയങ്കര വിഷയം. ക്രൂശിൽ അടിച്ച് തറച്ച്, അത് നമ്മൾ ഇന്ന് റോമൻ കത്തോലിക്കർ കൊണ്ട് നടക്കുന്ന പോലെ ചിന്തയിട്ട് മിനിക്ക് ക്രൂശൊന്നുമല്ല, തടിയാണ്, തടിക്കഷ്ണം കുറുകെ വെച്ചിരിക്കുന്ന. അവിടെ ഈ ലങ്സ് ഇങ്ങനെ ശ്വാസം കിട്ടാൻ വേണ്ടി ഇങ്ങനെ വലിയുമ്പോൾ ഈ പുറമെല്ലാം കൂടെ ആയ ഒരഞ്ഞ് ഭയന്ന് മരണം നോക്കി കിടക്കുന്നവനാണ് ഞാൻ. എന്നെങ്കിൽ ഞാൻ കർത്താവിൻ്റെ എന്തായിരിക്കും പറയുന്നത്? കർത്താവ്, എൻ്റെ വിഷയങ്ങളുടെ നടുവിൽ വിടുതൽ തരാൻ നീ ഇറങ്ങി വരണം. എങ്ങനെയാ മോനെ? നീ എന്നെ ഈ ക്രൂശിൽ നിന്ന് ഇറക്കി വിട്ടാൽ ഞാനിനി മര്യാദക്കാരനായിട്ട് ജീവിച്ചോളാം. ഓക്കെ. 2, ജെറുസലേമിൻ്റെ തെരുവിലൂടെ വേണ്ട, പോട്ടെ, വാളകത്തിൻ്റെ തെരുവിലൂടെ ഞാൻ നിന്റെ ട്രാക്റ്റുമായിട്ട് നടന്നോളാം. കർത്താവിൻ്റെ എന്ന് മേടിക്കുവാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഓക്കെ, നിന്നെ ഇറക്കി വിട്ടേക്കാം. അതായിരുന്നു സംഭവിക്കാറുന്നുള്ളൂ ഞാനായിരുന്നെങ്കിൽ. പക്ഷെ ആ മനുഷ്യൻ പറയാ, എനിക്ക് ജീവിക്കണ്ട, എനിക്ക് നിന്റെ കൂടെ മരിച്ചാൽ മതി, നീ വരുമ്പം മഹത്വത്തിൽ വരുമ്പം എന്നെ ഓർത്താൽ മതി. മനസ്സിലായി? അതായത് അത് ശിഷ്യന്മാർക്ക് യേശു ഉയർത്തെഴുന്നേറ്റിട്ട് പോലും മനസ്സിലായില്ല. അപ്പോൾ ഈ മനുഷ്യൻ 3 മണിക്കൂറോടെ കിടന്ന മനുഷ്യൻ പറയാണ്, നീ മഹത്വത്തിൽ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്താൽ മതി. എന്നെ നീ വെറുതെ വിട്ട് ഞാൻ ഈ മണ്ണിലൂടെ നടന്നാൽ പിന്നെയും പാപമേ ചെയ്യുള്ളൂ, പിന്നെ ഞാൻ എൻ്റെ പാപത്തിൽ മരിക്കുള്ളൂ. നിന്റെ കൂടെ മരിക്കാൻ എനിക്ക് നീ അവസരം തന്നാൽ ഒരൊറ്റ വാഗ്ദത്തം എനിക്ക് മതി, നീ വരുമ്പോൾ എന്നെ ഓർക്കണം. കർത്താവ് പറഞ്ഞു, മോനെ, നീ ഇന്ന് ഞാൻ രാജ്യത്വം പ്രാപിച്ച് വരാൻ ഓർക്കണ്ട, ഞാൻ എവിടെ പോയാലും നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഇന്ന് പറുദീസയിലേക്ക് പോകുമ്പോഴും നീ എൻ്റെ കൂടെ വരും. എന്തോ ഭയങ്കര രക്ഷ! ഒരൊറ്റ നിമിഷം ആ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചപ്പോഴേക്കും അവൻ്റെ സ്വഭാവം മാറിപ്പോയി. ഹി ബിക്കെയിം എ ന്യൂ ക്രീച്ചർ. അവന് മരണത്തെ പേടിയില്ലാതായിപ്പോയി. പാപത്തെ ജയിക്കാൻ നമ്മുടെ ഏറ്റവും വലിയ തടസ്സം, ലോകമോഹങ്ങളെ ജയിക്കാൻ നമ്മുടെ ഏറ്റവും വലിയ തടസ്സം, നമ്മൾ ഇപ്പോഴും മരണത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ്, പ്രത്യാശയുടെ ഉറപ്പില്ലാത്തത് കൊണ്ടാണ്, ധൈര്യമില്ലാത്തത് കൊണ്ടാണ്. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത് എന്താണ്? എങ്ങനെയാണ് ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത്? പത്രോസിന്റെ ലേഖനം 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തു. ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് ജീവനും ഭക്തി എന്ന് പറഞ്ഞാൽ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഫുഡ് കഴിക്കാനുള്ളതും പിന്നെ ഭക്തിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ചർച്ചിൽ പോകാനുള്ള വണ്ടിക്കൂലിയും ദശാംശം ഇടാനുള്ള പൈസയെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ആദ്യം. പിന്നെ മനസ്സിലായത് ആ വിളി അങ്ങനല്ല കിടക്കുന്നത്. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഉണ്ടല്ലോ,
അതെങ്ങനെയെന്നറിയോ? തൻ്റെ മഹത്വത്താലും വീര്യത്താലും എന്നല്ല, തൻ്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും ഒന്നും. അപ്പോൾ ദൈവം എങ്ങോട്ട് വിളിച്ചതെന്ന് വെച്ചാൽ അവൻ്റെ മഹത്വവും, ഈ വീര്യം എന്നുള്ളതിനെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന എക്സലൻസ് എന്ന്. നമ്മൾ എങ്ങോട്ടാണ് വിളിച്ചേക്കുന്നത്? ക്രിസ്തുവിൻ്റെ ഗ്ലോറിയിലേക്കും അവൻ്റെ എക്സലൻസിലേക്ക് നമ്മളെ വിളിച്ചിട്ട് ആ ജീവിതം ജീവിക്കാൻ ആവശ്യമായ എല്ലാം. അപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് അവനെ സ്നേഹിക്കാൻ പറ്റത്തില്ല, അവൻ മഹാവൃത്തികെട്ടവനാ, അതിനുള്ളത് നമ്മുടെ കർത്താവ് തരുന്നുണ്ട്. പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ ആവശ്യമായ എല്ലാ ധനവും അവന്റെ പരിജ്ഞാനത്തിൽ അവൻ നമുക്ക് നൽകിയിട്ടുണ്ട്. അതല്ല അതിന്റെ അർത്ഥം. അടുത്ത വാക്യം, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. അപ്പോൾ ഭയങ്കര വാഗ്ദത്തങ്ങളാ, ക്രിസ്തുവിന്റെ തേജസിന്റെ വാഗ്ദത്തം. അടുത്ത വാക്യം പറയാണ്, ഈ വയാൽ എന്ന് പറഞ്ഞാൽ ഈ വാഗ്ദത്തങ്ങളാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടുക. അപ്പൊ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളികളാണെങ്കിൽ നമുക്ക് എന്ത് വാഗ്ദത്തം വേണം? അതിമഹത്തായ നിത്യതയെ സംബന്ധിക്കുന്ന ക്രിസ്തുവിന്റെ ധനത്തെക്കുറിച്ചുള്ള വാഗ്ദത്തം ഉണ്ടെങ്കിൽ മാത്രമേ, അതിന്റെ മനോഹരത്വം കണ്ടാൽ മാത്രമേ നമുക്ക് ഈ ലോകം വേണ്ട എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കൊളോസി ലേഖനത്തിൽ പറയുന്നത്, നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ്, എൻ്റെ വാച്ചിൽ 7 മിനിറ്റ് കൂടെ ഉണ്ട്. നമുക്ക് കൊളോസി ലേഖനത്തിലെ വാക്യങ്ങളൊന്ന് വായിക്കാം. 2-ാം അധ്യായത്തിന്റെ 20 മുതൽ 3-ാം അധ്യായത്തിന്റെ 3 വരെ വായിക്കണം. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മനുഷ്യകൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത്. അപ്പം മിക്കവാറും നമ്മുടെ വിശുദ്ധിയല്ല എവിടെ നിന്ന് വരുന്ന? ചട്ടങ്ങൾക്ക് കീഴ്പ്പെട്ടിട്ടുണ്ടാകുന്ന. ഈ ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. അടുത്ത വാക്യം, ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നതാണ്. അതൊക്കെയും സ്വേച്ഛാരാധന, ഈ സ്വന്തം ഇച്ഛയെ ആരാധിക്കുക, അതാണ് വിൽ വർഷിപ്പിംഗ് എന്ന് പറയും. അതായത് സ്വേച്ഛാരാധനയിലും ശരീരത്തിന്റെ താഴ്മയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേര് മാത്രമുള്ളത് ജഡാഭിലാഷത്തെ അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. ഉദാഹരണത്തിന് എന്താണ് ഈ കൽപ്പനകൾ കൊണ്ട് നമ്മൾ നന്നാവാൻ ശ്രമിച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ സ്വയനീതിമാന്മാരുണ്ടാവും. ഉദാഹരണത്തിന് ഒരാൾ പറയാണ്, ഇത്ര നാളും ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല. അപ്പം നമ്മളെന്താ ഉടനെ നോക്കുന്നത്? ഓ, എന്തൊരു വിൽ പവർ, അയാൾ ആള് കൊള്ളാമല്ലേ. നമ്മളൊരു ആരെയാ അപ്പം നമ്മൾ ഉയർത്തുന്ന? ആരെയാ? ആ മനുഷ്യന്റെ വില്ലിനെ നമ്മൾ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുക. ഇപ്പൊ പണ്ടൊരു സാക്ഷ്യം പറയാം, ഞങ്ങൾ പിള്ളേരെ എടുത്ത് അഡോപ്റ്റ് ചെയ്ത് വളർത്തിയ കാര്യം. ഇപ്പൊ കേൾക്കുമ്പോൾ എല്ലാവരും പറയും, അയ്യോ നിങ്ങൾക്ക് ഇത് പറ്റുള്ളൂ. അപ്പൊ ആരെയാ വർഷിപ്പ് ചെയ്യുന്നത്? എന്റെ വിൽ പവറിനെ. ഞങ്ങൾക്കറിയാം പിള്ളേരെ കൊണ്ട് ഞങ്ങൾ ഇഷയൊക്കെ വരച്ചത് എങ്ങനെയാണ്, പക്ഷെ അത് നാട്ടുകാർക്കറിയില്ല. അപ്പൊ അവര് ഒരാളുടെ പ്രവൃത്തിയിലേക്ക് നോക്കുമ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആത്മാവത് ചെയ്തെന്നല്ല അവർക്ക് മനസ്സിലാകുന്നത്, അവരുടെ വിൽ പവറിനെ വർഷിപ്പ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ്. അപ്പൊ ഞാൻ പറയാണ്, ഞാൻ ഇത്രയും നാളായിട്ടെന്നൊക്കെ വൈബ്രേഷൻ പറയുമ്പോൾ ആൾക്കാരെല്ലാം എന്നെ എന്ത് ചെയ്യണം? കൊള്ളാം അവൻ എന്ന് പറയിപ്പിക്കണം. ഇത് ജ്ഞാനത്തിന്റെ പേര് മാത്രമുള്ളത്. ഓക്കെ, അടുത്ത വാക്യം, ജഡാഭിലാഷം അടക്കുവാനോ. അപ്പൊ ഒരിടത്ത് ഈ ജഡം എന്ന് പറയുന്ന സാധനം എപ്പോഴും ചീത്ത സാധനം മാത്രമല്ല, നല്ല സാധനം അതിനേക്കാൾ അപകടകരമായ ജഡമാണ്. അതായത് ചീത്ത ജഡമുണ്ട്, നല്ല ജഡമുണ്ട്. നമ്മുടെ ഭാഷയിൽ ദൈവത്തിന് മുമ്പിൽ എല്ലാ ജഡത്തിന്റെ പ്രവൃത്തികളും ചീത്തയാണെങ്കിലും ഈ ചില ജഡം, ഈ പരീശന്മാരുടെ ജഡമാണോ ചുങ്കക്കാരുടെ ജഡമാണോ നല്ല ജഡം? പറ. മനുഷ്യൻ നോക്കുമ്പം ചുങ്കക്കാരന്റെ ജഡമല്ലേ മോശം ജഡം? വേശ്യകളുടെയും അവരുടെ ജഡം വളരെ മോശം. എന്നാ പരീശന്റെ ജഡോ ആഴ്ചയിൽ 2 വട്ടം ഉപവാസം എടുക്കുന്ന അത്ഭുത ജഡം, നേടുന്നതിനെല്ലാം ദശാംശം കൊടുക്കുന്ന മഹാജഡം. അത് ദശാംശം കൊടുത്തിട്ട് മതിയാകാതെ അത് കൊടുത്തിട്ട് പിന്നെ 10 കിലോ അരി മേടിച്ചാൽ അതിലൊരു കിലോ അരി കൂടെ കൊടുക്കുന്ന അത്ഭുതമായ നീതി. ഏതാ നല്ല ജഡം? മാന്യമായ ജഡം ഏതാ? നമ്മൾ ആരാടോ ബഹുമാനം തോന്നാറുടോ? നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ഇത് മിണ്ടാത്ത ആൾക്കാരിന് വാള കയറിയെന്ന് എനിക്ക് അറിയാമല്ലോ. പരീശന്മാരുടെ നീതിയോടല്ലേ? ഇതാണ് ഇവിടെ ഉണ്ടാകുന്നത്. നമ്മൾ വേറൊരാളെ ബ്ലെയിം ചെയ്യുമ്പം, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, വിശുദ്ധ ജീവിതം, വൈബ്രേഷൻ പ്ലീസ് നോട്ട്, വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും നരകത്തിൽ പോകും. സത്യമാണോ ഞാൻ പറഞ്ഞത്?
ആണോ അല്ലയോ? ആണ്. അപ്പം നിങ്ങൾ എന്നോടൊന്ന് ചോദിച്ചേ, പാസ്റ്റർ സ്വർഗത്തിൽ പോകുമെന്ന് ചോദിച്ചേ, ഞാൻ എന്ത് പറയും ന്യായമായിട്ടും? ഞാൻ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണോ പ്രസംഗിക്കാൻ വന്നത് നിങ്ങൾ ചോദിക്കില്ലേ? അപ്പം ഞാൻ സ്വർഗത്തിൽ പോകും, എന്നെപ്പോലെ നിങ്ങൾ പോയാൽ നിങ്ങൾക്കും. അപ്പോൾ ഇനി സ്വർഗത്തിലോട്ട് പോകാനുള്ള വഴി ഏതാ? ആരെ പോലെ ആയാൽ മതി? നിങ്ങൾ ആലോചിക്കുക, എന്ത് ഭയങ്കര മണ്ടത്തര പറഞ്ഞെന്ന്. ഈ മനുഷ്യൻ ഇവിടെ നിന്ന് ഇയാൾ ചെയ്ത ഏതൊക്കെയോ പ്രവൃത്തികൾ വെച്ച് നീതി ഉണ്ടാക്കി ഇത് ദൈവത്തിനെതിരെയുള്ള വെല്ലുവിളിയായിട്ടല്ലേ വരുന്നത്. എന്നിട്ട് പറയുകയാണ്, എന്നെ പോലെ നീയും ജീവിച്ചാൽ, വെള്ള മാസ്ക് വെച്ചാൽ, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന അത്രയും പ്രാർത്ഥിച്ചാൽ നീയും സ്വർഗത്തിൽ പോകുന്ന ഒരാൾ പറഞ്ഞാൽ നമ്മുടെ സ്വർഗത്തിലോട്ടുള്ള പിതാവിൻ്റെ അടുത്തോട്ടുള്ള വഴി ആരാ? ഇങ്ങനെ പറയുമ്പോഴോ? അപ്പൊ ഇവിടെ പ്രസംഗിക്കുന്നിടത്തെല്ലാം ഈ കൊളോസ്യർ 2:20 ആ ഭാഗം വായിക്കുമ്പോൾ പ്രസംഗിക്കുന്നിടത്തെല്ലാം വേറൊരു ക്രിസ്തു ഉണ്ടാകുന്നത്. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? ഇവരുടെ വില്ലിനെ ആരാധിച്ച് മെമൻറ്റോ കൊടുത്ത് ആദരിച്ച് സീറ്റിലിരുത്തി. ഇന്നലെ ഞാനൊരു മീറ്റിങ്ങിന് പോയപ്പം അവിടെ ഒരു പാവപ്പെട്ട വർഷിപ്പ് ലീഡറിനെ അവർ ആദരിക്കാൻ വേണ്ടി വലിയ TV-യിൽ വീഡിയോ ഒക്കെ കാണിച്ചു. അയാൾ അവിടെ നിന്ന് കരഞ്ഞു, എൻ്റെ ദൈവമേ ദയവായിട്ട് നോക്കി ഞാൻ പറഞ്ഞു. നിവൃത്തിയില്ല, ഇത് പുകഴ്ത്തി കഴിഞ്ഞാൽ നമുക്കൊരു തിരിച്ച് നമ്മളും പുകഴ്ത്തുന്നുള്ളൊരു പ്രതീക്ഷയാണ് ആയിരിക്കാം. ഇവിടെ എല്ലാ ആളുകളുടെ പ്രവൃത്തി കണ്ട് അത് വലിയ കാര്യമായിട്ട് വിചാരിക്കാതിരിക്കാൻ വേണ്ടി പൗലോസ് എപ്പോഴും പറയുന്നു, ഇതിന്റെ പ്രവൃത്തിയാൽ വരുന്ന നീതിയല്ല, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച അവനിലിരിക്കേണ്ടതിനും. എന്നിട്ട് പറയാം, ജഡാഭിലാഷം അടക്കാൻ എന്ത് ചെയ്യണം? അടുത്ത വാക്യം 3-ാം അധ്യായം. ഈ 3-ാം അധ്യായത്തിൽ ആ വാക്യം 2-ന്റെ ബാക്കിയാണ്. 3-ന്റെ 1 വായിച്ചോ. ആകയാൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇതിനു മുമ്പുള്ളതിന്റെ ബാക്കിയാണ്. ഇതിനു മുമ്പ് എന്താ പറഞ്ഞത്? ഈ നിയമങ്ങൾ കൊണ്ടൊന്നും കുറെ ഹീറോസിനെ ഉണ്ടാക്കാന്നുള്ളതല്ലാതെ ആരുടെയും ജഡാഭിലാഷം അടങ്ങാൻ പോകുന്നില്ല. അടുത്ത വാക്യം, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ. ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? എപ്പോഴായിരുന്നു സംഭവം? നാളെ രാവിലെയോ? നമ്മളെപ്പോഴാ ക്രിസ്തുവിൻ്റെ കൂടെ ഉയർത്തെഴുന്നേറ്റത്? സ്നാനപ്പെട്ടപ്പോഴോ? നോ. എഫെസ്യ ലേഖനത്തിൽ പറയുന്നത് എന്താണ്? ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു, ഇൻ ക്രൈസ്റ്റ്. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, എൻ്റെ കയ്യിലൊന്നും ഇല്ലേ, ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു. ഓക്കെ, ഒരു 100 രൂപ തന്നെ ആയിക്കോട്ടെ, കാര്യമായിട്ടിരിക്കും. അപ്പൊ ലോകസ്ഥാപനത്തിന് മുമ്പ് കർത്താവ് എന്ത് ചെയ്തു? നമ്മെ തെരഞ്ഞെടുത്തിട്ട് എവിടെ തെരഞ്ഞെടുത്തു? ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. നമ്മൾ ജനിച്ചിട്ടില്ല. നമ്മൾ ജനിച്ചിട്ട് എത്ര വർഷമെന്ന് പറയുന്നില്ല, അതിന്റെ ആവശ്യമില്ല. ഈ അടുത്ത കാലത്താണ് നമ്മളെല്ലാം ജനിച്ചത്. പക്ഷെ ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ മുന്നറിവിൽ സകല ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പാ. അപ്പൊ അന്ന് തൊട്ട് നമ്മൾ ക്രിസ്തുവിലുണ്ട്. എന്തിനാണെന്നറിയോ? ക്രിസ്തു എവിടെ പോയാലും നമ്മളും ഉണ്ട്. അവൻ കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മൾ അവൻ്റെ കൂടെ മരിച്ചു. അതാ നാം മരിച്ചു, നമ്മുടെ ജീവൻ അവനിൽ. അപ്പൊ വിശ്വാസത്തിന്റെ കണ്ടന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മരിച്ചു എന്നുള്ളതാ കണ്ടന്റ്. നിങ്ങൾ മരിച്ചോ? ബൈബിൾ അങ്ങനെ പറയുന്നത്. റോമർ 6:6 പറയുന്നത്, നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കാൻ തക്കവണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. 2 കൊരിന്ത്യർ ലേഖനം 5:14 പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. ഒരു നിമിഷം നമ്മൾ മരിച്ചു എന്നൊന്ന് വിശ്വസിച്ച് നോക്കിയേ. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചോന്ന് എങ്ങനെയാ മനസ്സിലായത്? പട്ടാളക്കാർക്ക് കുന്തം കൊണ്ട് കുത്തി നോക്കിയപ്പോഴാണ് മനസ്സിലായത് അല്ലേ? നമ്മൾ മരിച്ചോന്ന് എങ്ങനെ അറിയാം? ആരെങ്കിലും കുത്തി നോക്കിയാ പോരെ? അപ്പൊ ആരുടെ എന്നെ കുത്തുന്നെന്ന് ചോദിച്ചാൽ മരിച്ചിട്ടില്ല. ആ ചർച്ച ചെന്നിട്ട് എന്നെ അവര് പാസ്റ്ററേന്ന് വിളിച്ചില്ല, റവാന്ന് വിളിച്ചില്ല. നോട്ടീസ് അടിച്ചപ്പം ഞാൻ ഡോക്ടറേറ്റ് എടുത്തയാളാ, ഡോ വെച്ചില്ല. ഞാൻ അവനെ വെറുതെ വിടത്തില്ല, അവനെ അപമാനിച്ചതാ. ഇയാൾ ചത്തിട്ടുണ്ടോ? മരിച്ചാൽ പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡോയോ ഡിയോ എന്തായാലും നോ പ്രോബ്ലം. മരിച്ചവൻ ഇതൊന്നും അന്വേഷിക്കുന്നില്ല. അവൻ ക്രിസ്തുവിൽ മരിച്ചു, അവനെ ബഹുമാനിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. മരിച്ചവൻ എന്നാ ബഹുമാനിക്കാനാ? എത്ര പേര് മരിച്ചവരുണ്ട്? നമ്മളെങ്ങനെ നോക്കിയാലും നമ്മൾ മരിച്ചിട്ടില്ല. നമ്മുടെ സ്വഭാവം അത്ര മോശമാണ്. ഈ കോപവും ദേഷ്യവും വൈരാഗ്യവും. കാരണം ഈ ബയോളജി അങ്ങനെയാണ്, നമ്മുടെ ബയോളജി അങ്ങനെയാണ്. ഈ ബയോളജിക്കൽ റിഫ്ലക്സസ് ഉണ്ട്.
ഒരാൾ നമ്മളെ തല്ലാൻ വന്നാൽ നമുക്ക് തിരിച്ച് അടിക്കണം, അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറണം, അല്ലാതെ പറ്റത്തില്ല. നമ്മുടെ റിഫ്ലക്സിനെതിരെയാണ് പുതിയ നിയമം. ഒരുത്തൻ എന്നേക്കാൾ കഴിവുடன் വളർന്നു വരുന്ന കണ്ടാൽ അവൻ്റെ ആ കസേര അടിച്ചു മാറ്റുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് എൻ്റെ ശരീരത്തിൽ തന്നെ അവൻ ഒതുക്കാനുള്ള മെക്കാനിസം ഉണ്ട്. അവിടെയൊക്കെ മരിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര മരണമല്ല അത്. അവൻ്റെ കൂടെ മരിക്കുക, ആ ഫെയ്ത്താണ് നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നത്. വീട്ടിലോട്ട് ചെല്ലുമ്പം ഭാര്യ ഭയങ്കര ചീത്ത, അല്ലെ ഭർത്താവ് ഭയങ്കര അടി കള്ളു കുടിച്ചിട്ട് വന്നിട്ട്, ഇന്നലെ വരെ ഭയങ്കര ബഹളമായിരുന്നു, ഭാര്യ തിരിച്ചങ്ങോട്ട്, ഇന്ന് മിണ്ടുന്നില്ല. എന്താ കാരണം? മരിച്ചു. റോമർ 6:7 പറയാണ്, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ഈ അവൻ്റെ കൂടെ മരിച്ച മാത്രമല്ല, കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു? അതെവിടെ എഴുതിയേക്കുന്നേ? എഫെസ്യ ലേഖനം 2:6 വായിച്ചേ. തന്റെ കരുണയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അപ്പൊ വിശ്വാസത്തിന്റെ കാഴ്ചയിൽ നോക്കിയാൽ നമ്മൾ എവിടെ ഇരിക്കുന്നേ? നമ്മൾ ഈ കാഴ്ചയിൽ നോക്കിയാലോ, ഇവിടെ ഈ പ്രാർത്ഥിക്കുന്ന കൺസേണുകൾ മുഴുവൻ അവിടാണോ ഇവിടാണോ? ഞാനിത് പറഞ്ഞപ്പം എൻ്റെ സഭയിലൊരു സഹോദരൻ പറഞ്ഞു, ഇവിടെ നിന്നുകൊണ്ട് സ്വർഗം കണ്ട ഒന്നും മനസ്സിലാവില്ല, നമുക്ക് പരിചയമില്ല. പോയി ഈ സ്വർഗത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ഭൂമി ഒന്ന് നോക്കിയാൽ, അയ്യോ നമ്മുടെ ഓട്ടവും കസേരയ്ക്ക് വേണ്ടിയുള്ള ബഹളവും യുദ്ധവും കാശുണ്ടാക്കാൻ വേണ്ടി കാശ് തീരുമ്പോഴുള്ള ടെൻഷനും എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നാണക്കേട് തോന്നും. ക്രിസ്തുവിൽ മരിച്ച് പുനരുത്ഥാനം ചെയ്ത് സ്വർഗത്തിൽ തേജസ്സിലിരിക്കുന്നവന്മാരുടെ ഓരോരോ സ്വഭാവങ്ങൾ ഒന്ന് മോളി ഒന്ന് താവട്ടെ നോക്കണം. അതാണ് കൊളോസി ലേഖനം. നാം അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ജഡാഭിലാഷം അടങ്ങുവാൻ കുറെ നിയമങ്ങൾ പോരാ. പിന്നെ എന്തു വേണം? അവനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ നാം ക്രിസ്തുവിരിക്കുന്ന ഉയരങ്ങളിലുള്ളത് അന്വേഷിക്കുവിൻ. അപ്പോൾ ഓരോ സമയത്തും ഞാനൊരു സഹോദരനോട് വഴക്കാന്ന് വിചാരിച്ചോ, അപ്പം ഞാൻ വിചാരിക്കും അവൻ അഹങ്കാരം, അവനെ ബഹുമാനിച്ചില്ല. അപ്പം നമ്മൾ ഭൂമിയിലേക്കാണ് നോക്കിയത്, സ്വർഗത്തിലേക്കാണ് നോക്കിയത്? ഇനി സ്വർഗത്തിലേക്കൊന്ന് നോക്കിയേ. കർത്താവേ, എന്നെ നന്നാക്കാൻ പറ്റുന്ന ദൈവത്തിന് ഇവനെ നന്നാക്കാൻ പറ്റും. അതെങ്ങോട്ടാണ് നോക്കിയത്? അപ്പോൾ എല്ലാ ബന്ധങ്ങളെയും നമ്മൾ സ്വർഗത്തിലേക്ക് നോക്കി. എൻ്റെ ഭർത്താവ് മഹാ വഴക്കാളിയും തല്ലുന്നവനുമാണ്, പക്ഷെ ദൈവമേ നീ വിചാരിച്ചാൽ അവനെ നന്നാക്കാൻ പറ്റും. സ്വർഗത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഭാഗമായി. അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുന്നവരല്ല, അവൻ്റെ പുനരുത്ഥാനത്തിലും പങ്കാളികളാണ്. ഇങ്ങനെയാണ് നമ്മൾ നീതിമാന്മാരാകുന്നത്. അല്ലാതെ ഈ പഴയ ശരീരത്തെ മരിപ്പിച്ച് പുതുതാക്കി സ്വർഗത്തിൽ നമ്മെ ഇരുത്തിയിരിക്കുന്നു. എത്ര പേർക്ക് സ്വർഗത്തിൽ നോക്കി ജീവിക്കാൻ പറ്റുമോ? പ്രത്യാശ ഉണ്ടോ? പോകുമോ? അപ്പം നമുക്കൊരു പാട്ട് പാടാം, ഒരു പ്രത്യാശാഗാനം പാടാം, ഏതെങ്കിലും ഒരു പ്രത്യാശാഗാനം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ഞങ്ങൾ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, കുഞ്ഞാടിന്റെ യോഗ്യതകൾ കൊണ്ട് മാത്രം ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നു. അല്ലെങ്കിൽ ഞങ്ങളും ആ പരമനീതിയാൽ അരിയപ്പെടേണ്ടവരായിരുന്നു. എന്നാൽ കർത്താവെ, അങ്ങ് തന്നെ ഞങ്ങളുടെ സ്ഥാനത്ത് അരിയപ്പെട്ട് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നതിനായി, പ്രവേശനം തന്നതിനായി, പുത്രത്വം തന്നതിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.